സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട സ്തോത്രം. അല്ലെങ്കിൽ ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് നമുക്കായി തന്ന ആ വലിയ ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ദൈവം എന്ന് നമ്മുടെ മധ്യയിൽ അമികാലിയ സ്തോത്രം മധ്യയിൽ വന്നിട്ടുണ്ട്. അതിന്റെ ദൈവ സാന്നിധ്യം ഇന്ന് നമ്മൾ അനുഭവിച്ചു. ആരാധിച്ചപ്പോൾ സാക്ഷ്യങ്ങൾ പറഞ്ഞു. ആ ദൈവ സാന്നിധ്യം നിർത്തുവാൻ കഴിയാത്ത രീതിയിൽ ആത്മസാന്നിധ്യം അനുഭവിച്ചു. അതെല്ലാം അതിന്റെ അമികാലിയ സ്തോത്രം. അതിന്റെ എല്ലാ അർത്ഥം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ഇന്ന് നമ്മുടെ മധ്യയിൽ ഇറങ്ങിയിട്ടുണ്ട്. സ്തോത്രം. വിശ്വസിച്ചാൽ ആ ദൈവത്തിന്റെ മഹത്വവും അനുഗ്രഹവും എന്ന ദൈവമക്കളായി നമുക്ക് പ്രാപിക്കാൻ കഴിയും. നല്ല സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ ദൈവം നമുക്കായി ഭാഗ്യം ഒരുക്കി. സ്തോത്രമാലകൾ നമ്മൾ വിദേശത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, സ്തോത്രമാലകൾ അവരുടെ ജോലി, പോക്കിലെ വരവ്, അതേപോലെ നാട്ടിൽ ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, അതുപോലെ നമ്മൾ ഓരോ ഭവനത്തെ, ഓരോ വ്യക്തികളെ, ഓരോ ദേശത്തും ദൈവം നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ ദൈവകൃപയെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. സന്തോഷ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ, അനുഗ്രഹ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ എല്ലാം ഇങ്ങനെ പകല് സഭയ്ക്ക് ദൈവം നൽകിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. കഴിഞ്ഞ അമികാലിയ സ്തോത്രം ക്രിസ്റ്റി അമികാലിയ കഴിഞ്ഞ 3 വർഷം അമികാലിയ സ്തോത്രം ദൈവവചനം പഠിക്കുവാൻ കടന്നുപോയി. 3 വർഷം അമികാലിയ കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം ഭാഗ്യം കൊടുത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കൂടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഒരു സ്പോൺസറും ഇല്ലാതെ അമികാലിയ സ്തോത്രം ചില പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ വന്നാലും അതിനെല്ലാം തരണം ചെയ്തു. ദൈവം ആ 3 വർഷം കൊണ്ടുപോയി പഠിപ്പിക്കുവാനുള്ള ആരോഗ്യപരം, ആയുസ്, ബുദ്ധി, ജ്ഞാനം, അതേപോലെ സ്തോത്രമാലിയ സമ്പത്ത് എല്ലാം കൊടുത്ത് ദൈവം വഴിയെ നടത്തിയ വലിയ ദൈവത്തിന്റെ വലിയ ഹൃദയ ഓർത്ത് നന്ദി പറയുന്നു. ഇനി 2 വർഷത്തോടും ഉണ്ട്. ആ 2 വർഷം കഴിഞ്ഞ് അമ്മ 2 വർഷവും ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പുറത്തു വരുവാൻ ദൈവം സഹായിക്കേണ്ടതായി ഞാൻ ദൈവത്തോട് സ്തോത്രം ദിവസമേ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്, ദൈവമക്കളുടെ കരുതലാണ്, ദൈവമക്കളുടെ പ്രാർത്ഥനയും കരുതലുമാണ് ഈ കഴിഞ്ഞ 3 വർഷം കടന്നു പോയത്. എങ്കിൽ അതേപോലെ തന്നെ 2 വർഷവും ആ പ്രാർത്ഥനയും കരുതലും നിങ്ങൾ ഉണ്ടാവണം. ദൈവമക്കളെ നിശ്ചയമായി ദൈവമക്കളെ അനുഗ്രഹിക്കും. അതുപോലെ പഠിച്ചിറങ്ങി വന്ന് കർത്താവിന്റെ വേലയ്ക്കായി അനുഗ്രഹപ്പെടട്ടെ. അനേകരെ സുവിശേഷം അറിയിക്കുവാനും അനേകരെ കർത്താവിന് വേണ്ടി നേടുവാനും ദൈവം കൃപ പകരട്ടെ. ആ രീതിയിലേക്ക് ദൈവം അഭിഷേകം ചെയ്യട്ടെ. ഈ വെക്കേഷൻ ഒരു അഭിഷേകം പ്രാപിക്കട്ടെ. പുത്തൻ ഒരു അഭിഷേകം പ്രാപിച്ച് വേണം മടങ്ങി 4ാം വർഷത്തിലേക്ക് കയറാൻ. ആ രീതിയിലേക്ക് ദൈവം മാറ്റം തരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഈ കുഞ്ഞുങ്ങളുടെ എല്ലാ വെക്കേഷനിൽ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം ഒരു വിഷയം തന്നെ. അഭിഷേകമില്ലാത്ത ദൈവമക്കൾ വെറും ജഡമാണ്. അഭിഷേകമുള്ള ഒരു ദൈവമക്കൾ ജഡമല്ല. കാര്യം അവർക്ക് ജഡമായിട്ടിരിക്കാൻ പറ്റത്തില്ല. ചില നേരം ജഡമായിട്ടിരുന്നാൽ അവരുടെ ഉള്ളത്തിന് കുറ്റബോധം ഉണ്ടാവും. അവരുടെ തെറ്റുകളെ അവർക്ക് ബോധ്യപ്പെടുത്തും. അവർക്ക് കുറ്റബോധം ഉണ്ടാവും. അവർ താഴ്ത്തി ഏൽപ്പിക്കും. സ്തോത്രം. അവരെന്ത് ചെയ്യും? ദൈവസ്ഥാനം നിലവിളിക്കുമ്പോൾ അവരെ ഇരട്ടി ശക്തിയോട് ദൈവം ചെയ്യും. നേരത്തെ തളർന്നു പോയതിലും ഇരട്ടി ശക്തിയോട് കർത്താവ് എന്ത് ചെയ്യും? പുറത്തു കൊണ്ടുവരും. സ്തോത്രം. അപ്പൊ അഭിഷേകം ഇന്ന് സഭകളിലുമേലും ദൈവജനത്തിനകത്തും ലീഡേഴ്സിന്മേലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അഭിഷേകമേ ദൈവമായിട്ട് അടുപ്പിക്കുന്നു. ദൈവമായിട്ട് അടുപ്പിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകും. ആ അഭിഷേകമാണ് ദൈവമായിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മളെ അടുപ്പിക്കുന്നത്. സ്തോത്രം. സ്തോത്രം. നമ്മള് മനുഷ്യനെ സൂപ്പിക്കാൻ വന്നതല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ആരെ സൂപ്പിക്കാൻ വന്നതാ? ദൈവത്തെ സൂപ്പിക്കണം. അപ്പൊ ദൈവത്തിനെ സൂപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ സൂപ്പിക്കുന്ന എങ്ങനെയാ? മനുഷ്യനെ സൂപ്പിക്കുന്നത് മുഖപക്ഷം പറഞ്ഞാൽ മതി. ഇച്ചിരി പൊക്കി വിട്ടാൽ മതി. മനുഷ്യനെ സൂപ്പിക്കാൻ എളുപ്പം ഇല്ലയോ? മനുഷ്യനെ സൂപ്പിക്കാൻ ഇച്ചിരി എളുപ്പം. അവന് കഴിയാത്ത കഴിവ് വരെ ഉണ്ടെന്ന് അവനെ കുറിച്ച് പറഞ്ഞാൽ അവൻ പൊങ്ങും. കർത്താവിന്റെ കഴിവിനെ കുറിച്ച് നമുക്ക് പൊക്കാൻ പറ്റും. കർത്താവിന് കഴിയാത്ത ഒന്നുമില്ല ഈ ലോകത്ത്. എല്ലാം ഉണ്ടാക്കിയതാരാ? കർത്താവ്, സൃഷ്ടാവ്. കർത്താവ് സൃഷ്ടിച്ച സൃഷ്ടിയായ ദൈവമക്കളായ നമുക്ക് കർത്താവിനെ എങ്ങനെ പൊക്കാൻ പറ്റും? മനുഷ്യനെ പൊക്കുന്ന പോലെ സൂപ്പിക്കാൻ പറ്റും. കർത്താവിനെ എങ്ങനെ സൂപ്പിക്കാൻ പറ്റും? സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ദൈവത്തോട് വാർച്ചുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യം, കർത്താവിനെ എങ്ങനെ സൂപ്പിക്കാൻ പറ്റും? മനുഷ്യനെ സൂപ്പിക്കാൻ നമുക്കറിയാം.
അല്ലേ? മനുഷ്യനെ സൂപ്പിക്കാൻ വീഴ്ത്താനല്ല നമുക്കറിയാം, വീഴ്ത്താനറിയാം. നമ്മള് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പേ നമ്മള് വോട്ടിടാൻ പോയി. വോട്ട് കയറാൻ നേരം രണ്ട് പാർട്ടിക്കാരോടെ കൊണ്ട് കൈ മറക്കല്ലേ, ഒരിക്കലും മറക്കത്തില്ല. നിങ്ങളോട് നമ്മളും ഞാൻ തന്നെ ഓർത്ത് ഇത്ര അഭിനയമല്ല ഞാൻ ഇവിടുന്ന് പഠിച്ചത്. എനിക്ക് എന്നോട് തന്നെ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു നിങ്ങളോട്. അപ്പോഴേ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് സ്തോത്രം. അപ്പൊ മറ്റോ അപ്പുറത്തേക്ക് പോയി. ഉടനെ അവന്റെ അടുത്ത് ചെന്നപ്പോഴേ എന്തോന്ന് വെച്ചാൽ നിങ്ങളോടൊന്നുണ്ട് സ്തോത്രം. അയാൾക്ക് ഒരു സന്തോഷം തോന്നി, സ്തോത്രം, സന്തോഷം തോന്നി. മോനെ നല്ല വിളിച്ച് കെട്ടിപ്പിടിച്ച്, സ്വന്തം മോനെ പോലെ ഇങ്ങനെ മോനെ എന്ന് വിളിച്ച് കാണത്തില്ല, അത്രയ്ക്ക് സ്നേഹമാണ് കാണിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് അകത്ത് പോയിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാം നമ്പർ എഴുതി വെച്ചു. ഇവരെ ഫസ്റ്റ് ആരാ താഴെ ആരാന്നെല്ലാം മനസ്സിലായി. കാര്യം എന്തുവാ, തിരിച്ചു ചോദിക്കും, ഇത് ഉറപ്പായിട്ട് ചോദിക്കും. എത്ര കുട്ടിയെ നമ്മൾ അവരെ നോക്കിയിട്ട് അവരുടെ ചിഹ്നത്തെ നോക്കിയിട്ട് രണ്ടുപേരും സ്തോത്രം. മറ്റൊരു ചോദിക്കാതാ ഒന്നില് സ്തോത്രം. ഞാൻ ഒന്നിലേക്ക് ഒന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കി മറ്റോ അപ്പുറത്തേക്ക് അങ്ങനെ സ്തോത്രം. അപ്പൊ ഇതെല്ലാം നമ്മൾ അവനെ സൂപ്പിക്കുന്നു. ഇതേപോലെ ദൈവത്തെ സൂപ്പിക്കാൻ പറ്റൂ. അപ്പൊ ദൈവത്തെ എങ്ങനെ സൂപ്പിക്കാൻ പറ്റും? യേശുപ്പത്തിനെ എങ്ങനെ സൂപ്പിക്കാൻ പറ്റും? യേശുപ്പത്തിനെ സൂപ്പിക്കുന്നതാ ദൈവത്തിന്റെ ന്യായപ്രമാണം പൂർണ്ണമായി ഏറ്റെടുത്ത് വിശ്വസിച്ച് ന്യായപ്രമാണം ജീവിക്കുന്നതാണ് യേശുപ്പത്തിന് ഇഷ്ടമുള്ളത്. അതിനാണ് യേശുപ്പത്തിന് അഭിമാനം കൊള്ളുന്നത്. ഇവനെ തെരഞ്ഞെടുത്തതിനകത്ത് ഞാൻ സന്തോഷിക്കുന്നു. അത് ആരെ കുറിച്ച് പറയണം? നമ്മൾ ഓരോ ദൈവമക്കളെ കുറിച്ച് ആര് പറയണം? യേശുപ്പൻ പറയണം, ഇവനെ ഞാൻ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. ഇവന് വേണ്ടി 2026 വർഷത്തിലൂടെ കാൽവരി കുളത്തിനകത്ത് രക്തമൊഴുക്കി ഞാൻ മരിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യഹോവയെ ദൈവത്തെ ഓർത്ത് സ്തുതിക്കുന്നു. കാര്യം യഹോവയെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ വന്ന യേശുപ്പൻ നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയണം, കാൽവരി ക്രൂശിൽ ഞാൻ അവസാന രക്തം കൊടുത്ത് ഞാൻ മരിച്ചു, ത്യാഗം അനുഭവിച്ചതിനെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്ന കാര്യം ഇവൻ എനിക്കുള്ളവനാ എന്ന് നമ്മളെ കുറിച്ച് ആര് പറയണം? അതാ ദൈവത്തിന് സൂക്ഷിക്കുന്നു. അതാ കർത്താവിനെ സൂക്ഷിക്കുന്നത്. അങ്ങനെ പറയണമെങ്കിൽ എന്ത് ചെയ്യണം? അവരെ മുഖം നോക്കാതെ, ലോകത്തെ നോക്കാതെ, ബന്ധത്തെ നോക്കാതെ, സ്വന്തത്തെ നോക്കാതെ കർത്താവിന് വേണ്ടി ജീവിക്കണം. ജീവിക്കുന്നവനെ കുറിച്ച് മാത്രമേ ദൈവത്തെ സൂക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ. ആ സൂക്ഷിക്കുന്നവരെ മാത്രമേ ദൈവമായി തീരുവാൻ കഴിയത്തുള്ളൂ. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച പത്രമല്ല ഇല്ല. എന്ത് വായിച്ച്? കഷ്ടമുണ്ട്, കഷ്ടമൊന്നും ഇല്ലാതില്ല. കർത്താവിന്റെ നാമത്തിൽ വരുമ്പോൾ കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, സങ്കടമുണ്ട്. കർത്താവ് നമ്മളെ ദൈവവേലയ്ക്ക് വേണ്ടി വിളിച്ചത് അംബാനി ആക്കാനൊന്നും അല്ല വിളിച്ചത്, യൂസഫ് അലി ആക്കാനല്ല വിളിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് അവൻ അനുഭവിക്കുന്നതിനാട്ടി വലിയ സമാധാനം, സന്തോഷമാണ് പോറ്റുവാൻ ആർക്ക് കഴിയും? കർത്താവിന് കഴിയും. നമുക്ക് പുറമേ പലതും കാണും, അകമേ ഒന്നും കാണത്തില്ല. പക്ഷെ നമുക്ക് പുറമേ കാണും, അകമേ കാണും. കാര്യം നമ്മൾ സംതൃപ്തിയാണ്. നമുക്ക് തന്ന ജീവിതം നമ്മൾ സംതൃപ്തിയാണ്. കാര്യം എന്തുവാ? ദൈവം നമുക്കെല്ലാം തക്കതായ സമയത്ത് ദൈവം തരുന്നുണ്ട്. ഒന്നിനും കുറവില്ല, ഇല്ലയോ? നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒന്നിനും കുറവില്ല. ഒരാഗ്രഹം പോലും ആരും മാറ്റി വെച്ചിട്ടില്ല. ഉണ്ടോ? നമ്മൾ എന്ന് ആഗ്രഹിച്ചാലും ആര് തരും? കർത്താവ് തരും. ആ സമയങ്ങളിൽ ദൈവം ഒരുക്കുന്നത്. ചിലത് തരുന്നത് നമ്മളെ പ്രാപ്തിയാക്കിയിട്ട് തരത്തുള്ളൂ. പ്രാപ്തിയാക്കാൻ എന്ത് തരത്തില്ല? ചിലത് കർത്താവ് തരത്തില്ല. സ്തോത്രം. ഒരു വാക്ക് വായിക്കാം, എന്നിട്ട് നമുക്ക് ഇന്ന് കഴിഞ്ഞ ആഴ്ച വായിച്ചതിന്റെ ചില ഭാഗം ഇനി കിടക്കുക. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വായിക്കാം. ഞങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിന്, ഞങ്ങൾ സ്നാനപ്പെടേണ്ടതിന് എന്താണ് ചെയ്യേണ്ടത്? യോഹന്നാനോട് വന്ന് പറയുക. യോഹന്നാനോട് ദൈവകൽപ്പന പറഞ്ഞു കൊടുക്കുക. സ്തോത്രം. ഒന്ന് വായിക്കാം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സ്നാനപ്പെടാൻ വരുക. ദൈവസ്ഥലിലേക്ക് ദൈവത്തിന്റെ വചനങ്ങളെ കേട്ടു. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, യേശുക്രിസ്തുവിനെ കുറിച്ച് വിളിച്ചു പറയുന്നു.
യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ വിളിച്ചു പറയുന്നു, ദൈവവചനത്തെ വിളിച്ചു പറഞ്ഞപ്പോൾ അതിനെ എന്ത് ചെയ്യാൻ പോവാ? സ്തോത്രമാല ഏറ്റെടുക്കാൻ വേണ്ടി വരുക. ഏറ്റെടുക്കാൻ വന്നപ്പോ അവർ ചോദിക്കുന്നു, ഞാൻ മാനസാന്തരത്തിന് വേണ്ടി ഫലം കായ്ക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത കർത്താവ് പറഞ്ഞു കൊടുക്കും, എന്തുവാ? എനിക്ക് വേണ്ട ആ ഭാഗം രണ്ടുണ്ടെങ്കിൽ നീ ഒന്നിന് കൊടുത്തു. ഒന്നുണ്ടാക്കി കൊടുക്കണം. രണ്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് നീ കൊടുത്തോ. ഒന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു. ഒന്ന് നിനക്ക് അനുഭവിക്കാൻ തന്നേക്കുന്നത്, നിനക്ക് അനുഭവിക്കാൻ തന്നതാണ്. അത് മറ്റുള്ളവർ അനുഭവിക്കാനല്ല. നിനക്ക് അനുഭവിക്കുന്ന ഓരോന്നും നീ ആരെ സ്തുതിച്ചുകൊണ്ടിരിക്കണം? ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണം. മറന്നുപോകല്ലേ, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിച്ചോണം. എനിക്കൊരു ഭവനം തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചോണം, ഭവനത്തിരുന്ന് സ്തുതിച്ചോണം. അതിന്റെ വലിപ്പമല്ല വിഷയം, ദൈവം തന്ന ഭവനമാണ് വിഷയം. ദൈവം ഒരു വസ്ത്രം ഇടുമ്പോൾ ദൈവത്തെ സ്തുതിച്ചോണം. നിനക്ക് മാന്യമായ വസ്ത്രം നിങ്ങൾ തന്നെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചോണം. മാന്യമായിട്ട് ദൈവത്തെ സ്തുതിച്ചോണം. സ്തോത്രമാലീയ. അതേപോലെ നിങ്ങൾ ചെരുപ്പിടുമ്പോൾ ദൈവത്തെ സ്തുതിച്ചോണം. ഒരു വാഹനത്തിൽ ഏറുമ്പോൾ ദൈവത്തെ സ്തുതിച്ചോണം. ഇതൊന്നും നശിപ്പിച്ചു കളയാനല്ല ദൈവം തന്നേക്കുന്നത്. ദൈവം തന്നതിനെ ശ്രേഷ്ഠമായിട്ട് പോറ്റാനും കൂടെ ദൈവം തന്നേക്കുന്നത്. ബുദ്ധി അതിനാ തന്നേക്കുന്നത്. അതിനെ കൊണ്ട് നശിപ്പിച്ച് കളയാനല്ല. ഇത് ദൈവം തന്നേലൂ. വില കൊടുക്കണം. നിനക്ക് തരുന്നതിന് വില കൊടുത്താലേ ദൈവം അടുത്തത് തരത്തുള്ളൂ. കർത്താവ് പറയുന്നു, നിനക്ക് തരുന്നതിൽ വിശ്വസ്തനായ മാത്രമേ അടുത്തത് തരത്തുള്ളൂ. വിശ്വസ്തൻ എന്ന് പറയുമ്പോൾ എന്തുവാ? നിനക്ക് തരുന്നതിനെ നിനക്കത് സ്തോത്രം, അതിനെ മാന്യമായിട്ട് വില കൊടുത്തത് പോറ്റുകയും വേണം. ആ രീതിയിൽ അത് കൊണ്ടു നടക്കുമ്പോഴ നിനക്ക് വേറെ ദൈവം തരുന്നത്. സ്തോത്രം, വേറെ തരുന്നത്. അപ്പൊ ദൈവം തരുന്നതെല്ലാം വലുതാണ്. സ്തോത്രം. എനിക്ക് ദൈവം എന്ത് തന്നാലും അത് എനിക്ക് വലുതാണ്. ഞാൻ എപ്പോഴും ദൈവത്തോട് ഞാൻ സ്തുതിക്കാറുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. സ്തോത്രം, ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. ഞാൻ എന്റെ വാഹനത്തിൽ പോകുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. കാര്യം എന്തുവാ? എനിക്ക് എന്റെ ദൈവം തന്നതാണ്. ഇപ്പോഴും ഞാൻ വാഹനത്തിൽ പോകുമ്പോൾ പറയാം, ഇത്രയും യോഗ്യത എനിക്കില്ല, ഇതിനകത്ത് സഞ്ചരിക്കാനുള്ള യോഗ്യത എനിക്കില്ല. ഞാനൊരു വസ്ത്രം ഇടുമ്പോൾ അല്ലെങ്കിൽ അമികാല സ്തോത്രം ഭവനത്തിനകത്ത് താമസിക്കുമ്പോൾ റെന്റ് കൊടുക്കുമ്പോൾ എല്ലാ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ഇതിനൊരു യോഗ്യത എനിക്കില്ല. യോഗ്യതയ്ക്കും അപ്പുറമാണ് ആര് പോറ്റുന്നത്? എന്റെ കർത്താവിനെ പോറ്റുന്നത്. അപ്പൊ എനിക്കിതെല്ലാം വലുതാണ്. എനിക്ക് ദൈവം ഭൂമിയിൽ എനിക്ക് അനുഭവിക്കാൻ തന്നിരിക്കുന്ന ഓരോ കാര്യം എന്റെ ജീവിതത്തിനകത്ത് എനിക്ക് വലുതാണ്. കാര്യം എന്തുവാ? ഇത് ദൈവം എനിക്ക് കണ്ണുനീരിന്റെ മധ്യയെ തന്നതാണ്, നിലവിളിച്ചപ്പോ തന്നതാണ്, മാനിച്ചതാണ്. അപ്പോഴേ സ്തോത്രം, ഹല്ലേലൂയ. ഇത് സൂക്ഷിക്കേണ്ട ചുമതല ആർക്കുള്ളതാണ്? ദൈവം ഇത് തന്നില്ല, ഇത് അവിടെ കിടക്കട്ടെ, അടുത്തത് എന്ന് പറഞ്ഞ ദൈവം തരത്തില്ല. നിനക്ക് തന്നതിൽ ആദ്യം ഒരു വിശ്വസ്തതയും നന്ദിയുള്ളവനായിരിക്കണം, കടപ്പാടുള്ളവനായിരിക്കണം. ആരോട്? ദൈവത്തോട്, മനുഷ്യനോടല്ല, കടപ്പാടോട്. സ്തോത്രം. 3 വർഷം ക്രിസ്ത്യയെ പഠിപ്പിക്കാൻ വിട്ടതിന് വലിയൊരു ഗുണം കിട്ടി. കാര്യം ഒന്ന്, സ്തോത്രം, ഹല്ലേലൂയ. അവിടുത്തെ കുറെ പാസ്റ്റർമാരെയും എല്ലാം കണ്ടിട്ട് വന്നിട്ട് കയ്യോസ് എന്നോട് ഒന്ന് പറയുക, പപ്പ ഇച്ചിരി സൂപ്പിച്ചാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ, പപ്പ ഇത് സൂപ്പിക്കണം, അല്ലെങ്കിൽ എന്നും ഈ വണ്ടിക്കകത്ത് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെല്ലാം പോകാൻ പറ്റും. 10-21 വയസ്സ് കഴിഞ്ഞു, 10-22 വയസ്സായി, നിന്റെ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ സൂപ്പിക്കാതെ ദൈവം തന്നതാണ്. നീ കഴിച്ചതോ നിന്റെ തലമുടി മുതൽ കാലിലെ നഖം വരെ തന്നിട്ടുണ്ടെങ്കിൽ അത് സൂപ്പിക്കാതെ ദൈവത്തിന്റെ വചനം സൂക്ഷിച്ചുകൊണ്ട് ദൈവം തന്നതാണ്. എനിക്ക് അങ്ങനത്തെ ഉള്ളത് മതി. ഞാൻ വലിയ കാര്യക്കാരനല്ല ഈ പണിക്ക് ഇറങ്ങിയത്. ഞാൻ വലിയൊരു ഭവനത്തിനകത്ത് താമസിക്കാനല്ല ഈ പണിക്ക് ഇറങ്ങിയത്. എനിക്ക് സ്വർഗത്തിൽ ഒരു പ്രക്ഷേപമുണ്ട്. സ്വർഗത്തിൽ എനിക്കൊരു സിംഹാസനം ദൈവം വെച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ എനിക്കൊരു പാർപ്പിടം വെച്ചിട്ടുണ്ട്. അത് കണ്ടാണ് ഇറങ്ങിയത്. അല്ലാതെ ഭൂമിയിലുള്ള അഴിഞ്ഞു പോകുന്ന നന്മകൾ കണ്ടല്ല ഞാൻ ഇറങ്ങിയത്. ഭൂമിയിലുള്ള അല്പലാഭത്തിന് വേണ്ടിയുള്ള കണ്ടിറങ്ങിയതല്ല. പക്ഷേ ഭൂമിയിൽ എനിക്ക് തരുന്നതിനകത്ത് ഞാൻ വിശ്വസ്തനാണ്. ഞാൻ കൃഷ്ണനോട് പറഞ്ഞു എന്തുവാ, ഇതിലും വലിയ തമ്പുരാന്മാർ എന്നെ വലിയ പോപ്പുമാർ എന്നെ ഒന്ന് മാറ്റാൻ നോക്കിയതാണ്, നടന്നില്ല.
ഇതുവരെ ഇടിച്ചു കയറി വന്നത് മൊത്തവും വിശ്വാസത്തിലാണ്. കാര്യം എന്തുവാ? ഞാൻ ഇങ്ങനെ ഇടിച്ചു കയറി ഇതുവരെ നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ കാരണം എന്റെ സഭ എന്റെ കൂടെയുണ്ട്, എന്റെ ദൈവമക്കൾ എന്റെ കൂടെയുണ്ട്, എനിക്ക് കൂടപ്പുറത്തായി തന്നിരിക്കുന്ന ഓരോ ദൈവമക്കളും എന്റെ കൂടെയുണ്ട്. അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്. യഥാർത്ഥ സമയപ്രകാരം ജീവിക്കണം. അങ്ങനെ എന്തിനും തിരഞ്ഞെടുക്കാൻ തയ്യാറാണ് ഒരു ദൈവജനത്തിന്റെ കൂട്ടം എന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഇതുവരെ ഞാൻ ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പരസ്യമായിട്ട് വെല്ലുവിളിച്ച് പറയാം, ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാര്യം ദൈവം പണിത സഭ എന്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം എന്റെ നായകനാണെങ്കിൽ ഒരു ശക്തിക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഒരു വ്യക്തിക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാര്യം എന്റെ യേശു എന്റെ കൂടെയുണ്ട്, എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്, എന്റെ സഭ എന്റെ കൂടെയുണ്ട്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 2-3 ആഴ്ച ഒരു സിസ്റ്ററിനോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഒരു മോളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മോൾ എന്നോട് പറഞ്ഞു, പല പാസ്റ്റർമാരും തണുത്തു പോകുന്നതിന്റെ കാര്യം, പല വിശ്വാസിയും തണുത്തു പോകുന്നതിന്റെ കാര്യം, അവര് നല്ല ഊർജമായിരിക്കും. അവരുടെ മക്കൾ വളർന്നു വന്നിട്ട് അവിടെ മരുമക്കൾ വരുമ്പോഴും മക്കളെ ഭാവിയിലായി കഴിയുമ്പോഴാ ഇവര് പലപ്പോഴും എന്ത് ചെയ്യണം? തണുത്തു പോകുന്നത്. കാര്യം എന്തുവാ? അവരുടെ ചില കാര്യത്തിനകത്തെല്ലാം ഇവർ കണ്ണടക്കണം. ഞാൻ എടുത്തതായി പറഞ്ഞു, എന്നെ എനിക്ക് കിട്ടത്തില്ല, എന്നെ അതിന് കിട്ടത്തില്ല. സ്തോത്രം. കാര്യം എന്തുവാ? എന്റെ മോനെ കണ്ടല്ല ഞാൻ ഇറങ്ങിയത്, എന്റെ മോളെ കണ്ടല്ല ഇറങ്ങിയത്, എന്റെ ഭാര്യയെ കണ്ടല്ല ഇറങ്ങിയത്, എന്നെ സ്വന്തമായി ഞാൻ കണ്ടത് എന്റെ യേശുവിനെ. കാര്യം എന്തുവാ? ഒന്നിനും കൊള്ളാതെ തള്ളിക്കളഞ്ഞു, സ്വന്തക്കാർ തള്ളിക്കളഞ്ഞു, അപ്പനമ്മ തള്ളിക്കളഞ്ഞു, സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞു, സുഹൃത്തുക്കൾ തള്ളിക്കളഞ്ഞു, ദേശം തള്ളിക്കളഞ്ഞു. ഇവനെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞപ്പോ കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി രക്തം കൊടുത്തൊരു യേശുവിനെ പിടിച്ചു പറഞ്ഞു, ആർക്കും വേണ്ട, എനിക്ക് വേണം. കാര്യം ഞാൻ രക്തം കൊടുത്തതിനെ വാങ്ങിയതാ. ഇന്ന് മുതൽ നീ എന്റേതാ, ഞാൻ നിന്റേതും, നീ എന്റേതുമാ. എന്നോട് പറഞ്ഞതാ, എന്താ പറഞ്ഞ്? ഇന്ന് മുതൽ നീ എന്റേതും, നീ സ്തോത്രം എന്റേതെങ്കിൽ സ്തോത്രം അതല്ലേ, നീ എന്റേതും, സ്തോത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രാധാന്യപ്പെട്ടവരാ. അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ദൈവം വിളിച്ച നാൾ മുതൽ ഇന്ന് വരെ എന്റെ ദൈവം എന്നെ കൈവിട്ടിട്ടില്ല. ഒരു കാര്യത്തിനകത്ത് ഉപേക്ഷിച്ചിട്ടില്ല. ഒരു കാര്യത്തിനകത്ത് ഒരുത്തരും മുൻവിധിച്ചു വെക്കാൻ പറ്റത്തില്ല. ഒരുവരെ നിന്ദിച്ചും പരിഹസിച്ചും അപമാനിച്ചും തള്ളിയിടാൻ പറ്റത്തില്ല. എവിടെല്ലാം ഞാൻ വീണിട്ടുണ്ട് അവിടെല്ലാം ഇരട്ടി ശക്തിയോടെ ഞാൻ പുറത്തു വന്നിട്ടുണ്ട്. കർത്താവ് പറയുക, നീ എന്റേതാ. സ്തോത്രം, എന്റേതാ കർത്താവ്, എന്റേതാ കർത്താവ്. കർത്താവ് പറയുക, കർത്താവ് പറയുക, നീ എന്റേതാ. ഞാൻ പറയുക, എന്റേതാ കർത്താവ്. സ്തോത്രം. ആ കാഴ്ചപ്പാടുണ്ടാവണം. ഓരോ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് വരുന്ന ഓരോ ദൈവമേതല്ലും ആ കാഴ്ചപ്പാടുണ്ടാവണം. സ്തോത്രം. 10-22 വർഷമായി കാണുക. സ്തോത്രം. ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ സൂക്ഷിക്കാനായിരുന്നെങ്കിൽ എനിക്ക് വീടാവും. അവ പറഞ്ഞു, ഈ വണ്ടിയിലേ എന്നും പോകാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ, ഈ വണ്ടി പോകാൻ യോഗ്യതയില്ല, ഈ വണ്ടി പോകാൻ യോഗ്യതയില്ല. സ്തോത്രം. അതല്ല, ഈ ലെവലിൽ പോകാൻ യോഗ്യതയില്ല. എന്നെ യോഗ്യനാക്കിയ ഒരു കർത്താവുണ്ടോ? ഞാൻ വണ്ടി കണ്ടോടല്ല കർത്താവിന്റെ സന്നി വന്നത്. എനിക്ക് സ്തോത്രം, അല്ലെങ്കിൽ കാറ് കിട്ടാൻ വേണ്ടിയല്ല ദൈവസന്നി വന്നത്. അല്ലെങ്കിൽ സ്കൂട്ട് കിട്ടാനല്ല ദൈവസന്നി വന്നത്. സ്തോത്രം, വീടിൽ കിടക്കാനല്ല ദൈവസന്നി വന്നത്. എനിക്ക് എന്റെ കർത്താവിന്റെ വേല ചെയ്യണം. എനിക്ക് ആയുസ് തരുന്ന കാലം വരെ, ഈ ലോകത്തിൽ എനിക്ക് ആയുസ് കിട്ടുന്ന കാലം വരെ എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം. കാരണം എന്താ? സ്തോത്രം, അല്ലെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ ഒരു വാസമുണ്ട്. അതെനിക്ക് വെളിപ്പെട്ട് തന്ന ദൈവമുണ്ട്. ആ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിൽ അഴിഞ്ഞു പോകുന്നത് അല്ല ഞാൻ വിശ്വസിക്കുന്നത്. സ്വർഗത്തിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന ഒരു ഭവനത്തെ വിശ്വസിക്കുന്നത്. സ്തോത്രം. അങ്ങനത്തെ ഒരു ദൈവദാസൻ എനിക്ക് ആവണം. സ്തോത്രം. അലലിയ ജീവിക്കുവാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് ദൈവദാസനായാൽ മതി. സ്ട്രോങ് ആയിട്ട് ജീവിച്ചാൽ മതി. സ്തോത്രം. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ ഞാൻ കളഞ്ഞേക്കണേ. പ്രൈസറോ. കാലം ഇവിടെ നടക്കത്തില്ല. പ്രൈസറോ. എനിക്ക് മക്കളൊന്നും അല്ല പ്രാധാന്യം.
എനിക്ക് മക്കളൊന്നുമല്ല പ്രാധാന്യം, കൃഷിയോ കൃപയോ കെൽവിനൊന്നും അല്ല പ്രാധാന്യം. സ്തോത്രം. സുനിതയല്ല എനിക്ക് പ്രാധാന്യം, എനിക്ക് പ്രാധാന്യം എന്റെ യേശുവാ. യേശു കഴിഞ്ഞിട്ടേ ഉള്ളൂ. സ്തോത്രം. അതിലും അപ്പുറമായി ഞാൻ കാണുന്നുണ്ട് സഭയിലെ ഓരോ ദൈവമക്കളെ എനിക്ക് കർത്താവ് എന്നെ കൂട്ടിച്ചേർത്തിരിക്കുന്ന എന്റെ കൂടപ്പുറപ്പുകളെ ഞാൻ കാണുന്നുണ്ട്. നിശ്ചയമായും സ്തോത്രം. അതെ, സഭ ബലപ്പെടും. ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ച വലിയൊരു വിഷയമായിരുന്നു. പഴയ കാലം മുതൽ ദൈവത്തെ വിളിച്ച അന്ന് മുതൽ, ദൈവം തെരഞ്ഞെടുത്ത അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്, കർത്താവേ എനിക്കൊരു 10 പേര് സ്ട്രോങ്ങായിട്ട് ദൈവം തരണേ. 10 പേര് എനിക്ക് സ്ട്രോങ്ങായിട്ട് ദൈവം തരണേ. എന്തിന് കൂടെ നിൽക്കുന്ന 10 പേര്, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, കർത്താവിന് പ്രാധാന്യം കൊടുക്കുന്ന, കർത്താവ് എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു സഭയ്ക്കകത്ത് 10 പേരെ ദൈവം തരണം. ഇന്ന് 4 ഇരട്ടി ആളിനെ ദൈവം തന്നു. സ്തോത്രമാലരിക. പലരും പല സ്ഥലത്താണ് ഒന്നിക്കുമ്പോൾ 4 ഇരട്ടി മേൽ ജനം ഇതിനകത്തുണ്ട്. ദൈവം തന്നില്ലയോ? വിശ്വസനാണോ എന്റെ ദൈവം? ഞാൻ ചോദിച്ചൊരു ഇരട്ടിയാണോ 4 ഇരട്ടിയാണോ ദൈവം തന്നത്? ഇനി തരാൻ പോവാ. 4 ഇരട്ടിയൊന്നും അല്ല, അതിന്റെ അപ്പുറത്ത് അങ്ങോട്ട് പൂജ്യങ്ങൾ ഇടാൻ പോവാ. പൂജ്യങ്ങൾ ഇടുന്ന രീതിയിലേക്ക് സഭ വളരാൻ പോവാ. കാര്യമില്ല. ഈ അവൻ കിട്ടിയിരിക്കുന്ന ദർശനത്തെ വലത്തോട്ടും ഇടത്തോട്ടും തിരിയാതെ ഈ ദർശനത്തെ മുറുകി പിടിച്ച് ഓർത്തെങ്കിൽ മനുഷ്യനെ സൂചിപ്പിക്കാനല്ല, മനുഷ്യനെ സൂചിപ്പിക്കുന്നത് എനിക്ക് വേണ്ട, മനുഷ്യനെ സൂചിപ്പിക്കുന്നത് അഴിഞ്ഞു പോകുന്നത് എനിക്ക് വേണ്ട, ഒരിക്കലും അഴിഞ്ഞു പോകാത്ത ഒരു നിക്ഷേപം എനിക്ക് വേണം. അത് സ്വർഗത്തിലെ ദൈവത്തെയാ ഞാൻ സൂചിപ്പിക്കാൻ ഇറങ്ങിയ ദൈവത്തെയാ. ആ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുള്ളൂ. അങ്ങനെ സൂപ്പിച്ച് 10 മീറ്റിംഗും കെട്ടി അതിനകത്തുനിന്ന് കിട്ടുന്നത് നാളെ എനിക്ക് കണക്ക് പറയാൻ പറ്റത്തില്ല. സ്വപ്നമല്ലേ? ഇന്ന് എനിക്ക് കണക്കെല്ലാം ടാലിയാക്കണം. എന്നും വൈകിട്ടാകുമ്പോഴത്തേക്കുമായിട്ടുള്ള കണക്ക് ടാലിയാക്കണം. അതിനകത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ടാലിയാക്കി പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം ദൈവം എപ്പം വേണമെങ്കിലും വരുമ്പോഴ് എന്റെ പേര് വിളിക്കണം. പേര് വിളിച്ചില്ലെങ്കിൽ പോയില്ലയോ? നമ്മൾ 10-25 വർഷം കൊണ്ട് ഒരു സഭയ്ക്കകത്ത് പോയി, അല്ലെങ്കിൽ 40 വർഷമായി വിശ്വാസ കോളത്തിനകത്ത് വന്നു, 50 വർഷമായി വിശ്വാസ കോളത്തിനകത്ത് വന്നു. കർത്താവ് വന്നപ്പോ പേര് ചൊല്ലി വിളിച്ചില്ല എങ്കിൽ പോയില്ല കാര്യം. ഞാൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചിട്ട് പോകുന്നേ സ്തോത്രം. പ്രതികൂലമുണ്ട്. എവിടുന്നാ പ്രതികൂലം വരുന്നത്? മക്കളിൽ നിന്ന് വരും, അപ്പനമ്മമാരിൽ നിന്ന് വരും, സഹോദരങ്ങളിൽ നിന്ന് വരും. അവര് നിങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകും. അവിടെ ഒന്നും എന്ത് ചെയ്തല്ലേ? പതറിപ്പോകല്ലേ? അവിടെ അല്ല, ആരെ മുറുകി പിടിച്ചോണം? കർത്താവിനെ മുറുകി പിടിച്ചോണം. അതുപോലെ ഞാൻ ഒരു കാര്യം പറയാം. ദൈവം നമുക്കൊരു സാധനം തന്നിട്ടുണ്ടെങ്കിൽ അതിന് വില കൊടുത്തോണം. ഒരു ഡ്രസ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് ദൈവം തന്നതാ, കണ്ണുനീരിന്റെ മധ്യ ദൈവം തന്നതാ, മാനിക്കാൻ തന്നേക്കുന്നതാ. ലോകത്തിൽ മറ്റുള്ളവരുടെ വേണ്ടി അന്തസ്സായിട്ട് നല്ലൊരു ഡ്രസ്സ് ഇട്ട് പോകാൻ ആര് തന്നതാ? എന്നെ ദൈവം തന്നതാ. ദൈവം തന്നതാ. ഈ ഡ്രസ്സ് എനിക്ക് പ്രാധാന്യം, എന്റെ കർത്താവ് എനിക്ക് തന്നതാ. ആ സൂക്ഷിക്കേണ്ട ചുമതല ആർക്കുള്ളതാ? നമ്മളെ ചുമതല അല്ലയോ? നമുക്കൊരു വാഹനം തന്നിട്ടുണ്ടോ? അത് സൂക്ഷിക്കേണ്ട ചുമതലയുള്ളതാ. അല്ല ചുമ്മാ നടന്ന് അത് ലാവിഷാക്കി ടാക്സി ഓടിപ്പിക്കാനല്ല. സ്തോത്രമാലരിക. ദൈവം തന്നിരിക്കുന്നുണ്ടോ? ഓരോന്നും നമുക്ക് തന്നിരിക്കുന്ന ഓരോ ചെറിയ കാര്യവും സൂക്ഷിക്കണം. ഇല്ലയോ? ഇതാര് തന്നതാ? കർത്താവ് തന്നതാ. അതിൽ വിശ്വസനാണെങ്കിലേ അടുത്ത ദൈവം തരത്തുള്ളൂ. കർത്താവ് പിന്നെ പറയുന്നുണ്ട്, എന്ന് പറയുന്നു, 2 ഒന്ന് കൊടുത്തോ. അത്യാഗ്രഹം കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് വേണമെന്ന് പറയല്ലേ? സ്തോത്രം. നിനക്കുള്ളതെല്ലാം ഞാൻ തന്നു കഴിഞ്ഞിട്ട് എക്സ്ട്രാ നിനക്ക് തരുന്നത് ഇല്ലാത്തവന് കൊടുക്കണം. അത് കൊടുക്കുമ്പോഴും എന്ത് ചെയ്യണം? പാനം അറിഞ്ഞേ പാനം ചെയ്യാവും. പാനം അറിഞ്ഞേ എന്ത് ചെയ്യാവും? പകരാവും. കാര്യം അവനെ മനസ്സിലാക്കിയിട്ട് പകരാവും. അവൻ ആർക്ക് സ്തുതി സ്തോത്രം പോകണം? ദൈവത്തിന് പോകണം. ദൈവത്തിന് പോകണം. ദൈവത്തിന് സ്തുതി സ്തോത്രം ഇല്ലാത്തവർക്ക് കൊടുക്കാൻ നിൽക്കല്ലേ? ദൈവത്തിന് സ്തുതി സ്തോത്രം പോകണം. മുഖസ്തുതി പറയുന്നവന് കൊടുക്കാൻ നിൽക്കല്ലേ? മുഖസ്തുതി പറയുന്നവൻ ദൈവത്തിനുള്ളതല്ല, അവൻ ക്ഷണത്തിനുള്ളതാണ്. അവൻ ദൈവത്തെ സ്തുതിക്കുന്നവനെ മാത്രമേ ചെയ്യാവൂ കൊടുക്കാവൂ. ദൈവം മാനിക്കും. ആർക്കെല്ലാം കൊടുക്കണം, കൊടുക്കണ്ടെന്നും ആരൊക്കെല്ലാം വാങ്ങണം, വേണമെന്നും എല്ലാം ബൈബിൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് നേരത്തെ പറഞ്ഞേ, ഈ ന്യായപ്രമാണ പ്രകാരം ജീവിക്കുന്നവനെ, ഏറ്റെടുത്ത് ജീവിക്കുന്നവനെയാണ് ആർക്ക് വേണ്ടത്? കർത്താവായ യേശുവിന് വേണ്ടത്. സ്തോത്രം. ഞാൻ ക്രിസ്തുവോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, 5 കൊല്ലം പഠിത്തം മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ട്രെയിനിങ്. സ്തോത്രം. അല്ലെങ്കിൽ ആ ട്രെയിനിങ് വരുമ്പോൾ നിന്നെ എങ്ങനെ ട്രെയിൻ ആക്കണമെന്ന് എനിക്കറിയാം, ഏത് റൂട്ടിൽ കൊണ്ടുപോകണമെന്ന് അറിയാം. 5 കൊല്ലം കഴിയുമ്പോൾ പഠിക്കാൻ പോയപ്പോ പഠിച്ചു വന്നു. സ്തോത്രം. പലത് കാണണം, കേൾക്കണം, അത് കണ്ടും അനുഭവിച്ചെല്ലാം വരണം. എങ്കിലേ 5 കൊല്ലം കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ട്രെയിനിങ് വരുമ്പോൾ ഇതിനകത്ത് ജയിക്കാൻ പറ്റത്തുള്ളൂ. അല്ലയോ? എല്ലാം കാണണം, കേൾക്കണം, പല ടൈപ്പുകളെ മനസ്സിലാക്കണം. ഇതൊന്നും അല്ല വിശ്വാസം എന്ന് മനസ്സിലാക്കണം. കർത്താവ് യേശുവ എന്ന് മനസ്സിലാക്കണം. സ്തോത്രം. സ്തോത്രം. ഇന്ന് സ്തോത്രമാലയ പഠിക്കുന്നവിടുത്തെ ഏറ്റവും വലിയ ലീഡർ സ്തോത്രമാലയ കഴിഞ്ഞ ആഴ്ച പ്രായമായി തീരാറായി, എന്നിട്ടും പറയുന്നത് ഇനി നമുക്ക് ഇലക്ഷൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യോ? ഇലക്ഷന്റെ ഏറ്റവും ഫ്രണ്ടിൽ പോയി സ്തോത്രം. ആലരിക പറയുന്ന ഒന്നുമല്ല ചെയ്യുന്നത്. സ്തോത്രം. അവസാനം പറയുന്ന ഒന്നുമല്ല ചെയ്യുന്നത്.
സ്തോത്രം. ഈ ലീഡർ അല്ല നമ്മളെ ലീഡർ. നമ്മളെ ലീഡർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിരിക്കും. ആരാ നമ്മളെ ലീഡർ? കർത്താവായ യേശു. യേശു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. ലോകത്തിലെ രാഷ്ട്രീയ ലീഡർമാരോ സഭാ ലീഡർമാരോ പറയുന്ന പോലല്ല യേശു ഇരിക്കുന്നത്. യേശു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. ഊ എന്ന് പറഞ്ഞാൽ ഊവ, ശരി എന്ന് പറഞ്ഞാൽ ശരിയാ, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല, നാം ഈ തരത്തില്ലെന്ന് പറഞ്ഞാൽ തരത്തില്ല. യേശു ഒരിക്കലും വാക്ക് മാറത്തില്ല. വാക്ക് മാറുന്ന ആരാ? നമ്മളാ. ഇന്ന് പകൽ ഓർത്തോണം, നമ്മൾ വാക്ക് മാറും, ആരും മാറത്തില്ല, യേശു മാറത്തില്ല. ഇന്ന് പ്രിയ ദൈവമക്കളെ, ക്രിസ്തുവിനെ കണ്ടിറങ്ങിയവൻ ലജ്ജിക്കത്തില്ല. ഞാൻ ആ മോളോട് പറഞ്ഞത് ഇങ്ങനെയല്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എന്റെ തലമുറയുടെ ഇഷ്ടപ്രകാരം ഞാൻ പോകത്തില്ല, മരുമക്കളെ ഇഷ്ടപ്രകാരം പോകത്തില്ല. കാര്യം എന്തുവാ? ഞാൻ എന്റെ കർത്താവിന്റെ ഇഷ്ടപ്രകാരം പോകും. കർത്താവിന്റെ ഇഷ്ടപ്രകാരം പോകും. എന്നോടൊപ്പം നിൽക്കുന്ന ഒരു സഭയുണ്ട്. ആ സഭയെ ആ രീതിയിലേ പോകത്തുള്ളൂ. അത് ഉള്ള കാലത്തോളം എന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തൊടാൻ പറ്റത്തില്ല. ഞാൻ എന്റെ സഭയ്ക്കകത്തുള്ള ദൈവമക്കൾക്ക് എല്ലാം അറിയാം. സ്തോത്രമാലയം 12 വർഷമായി, 13 വർഷമാവും ഈ സഭ ഉണ്ടാവുന്നത്. അന്ന് മുതൽ പ്രസംഗിക്കുന്ന ഒരു വിഷയമാണ്. മക്കളോ കുടുംബമോ ഒന്നും അല്ല പ്രാധാന്യം ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ. നിങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റും, പാസ്റ്ററിന്റെ അടുത്ത് മക്കൾക്ക് പ്രാധാന്യം കൊടുത്തെന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റുമോ? ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം, മക്കൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ മക്കൾ ചെയ്തെന്ന് പറയും, ഭാര്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യ പറയും, ഭാര്യ തെറ്റിയെന്ന് പറയും, അപ്പൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൻ ചെയ്തെന്ന് പറയും, അമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ ചെയ്തെന്ന് പറയും. ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മാറിപ്പോകത്തില്ല. സ്തോത്രം. എന്റെ സ്തോത്രം, അപ്പന്റെ കുറെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, അതേപോലെ സ്തോത്രമാലയം എന്റെ അമ്മ വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ക്രൈസ്തവർ അവർക്ക് ഇന്നതെല്ലാം ഉണ്ട്, നിനക്കെന്താ ഇല്ലാതെ? ഞാൻ പറഞ്ഞ അത് കാണാനല്ല ഞാൻ വന്നത്. സ്തോത്രം. ഞാൻ വന്നത് എന്റെ മുഴുവനും വിറ്റ് പറക്കിയിട്ടാണ് ഞാൻ വന്നത്. കാര്യം എന്തുവാ? ഞാൻ യേശുവിനെ കണ്ടു, എനിക്ക് ആ യേശു മതി. അതിനനുസരിച്ച് ഒരു സഭ കൊണ്ടുപോകണം. ആ യേശുവിനെ മാത്രം നോക്കി ഓടുന്ന ഒരു സഭ കൊണ്ടുപോകണം. അതിന് പറ്റിയ ദൈവമക്കൾ വേണം. ആ ദൈവമക്കളെ കൂട്ടിച്ചേർക്കുന്നതാ ഈ ഭൂമിയിൽ എന്റെ ജോലി. അവരെ കൂട്ടിച്ചേർത്ത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് മുഴുവനും അപ്പൊ സ്വർഗത്തിലേക്ക് പോകണം. ആ നിക്ഷേപം അനുഭവിക്കണം. അതാ ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങളുടെ സഭയുടെ ലക്ഷ്യം. സ്വർഗം. പിന്നെ ആരും സംസാരിക്കത്തില്ല. പിന്നെ മനസ്സിലായി, സംസാരിച്ചിട്ട് കാര്യമില്ല, ഇവനെ സൂപ്പിച്ചാൽ നടക്കത്തില്ല. എനിക്കതൊന്നും വേണ്ട, എനിക്ക് അതൊന്നും അല്ല വലിയ, അതിലും വലിയത് ദൈവത്തിന് ഓരോന്നും പ്രാപിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്രിസ്തുവോട്, കൃപയോട്, നിലവിനോട് പറയുന്നു, നിങ്ങളുടെ റിസൾട്ട് മാത്രമല്ല, അതിലും വലിയ റിസൾട്ട് ദൈവത്തെ നിങ്ങൾ പ്രാപിച്ചത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഞാൻ ഇന്നലെ പാർച്ചപ്പോൾ ഞാൻ ഒരു വെളിപ്പാട് കണ്ടെന്ന് പറഞ്ഞ് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ദൈവമക്കളെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നതാ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വെളിപ്പാട് കണ്ടു. ചിലവർ ദൈവമക്കൾ ഫോൺ ചെയ്യാറുണ്ട്, ചിലപ്പോൾ മെസ്സേജ് ഉണ്ട്, ഞങ്ങൾ ഒരു ദൂത് കണ്ടു. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം. അതാ കാര്യം. എന്റെ ദൈവമക്കളുമായിട്ട് ആരിടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്? എന്റെ കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ലോകമല്ല ഇടപെടുന്നത്. ആരാ ഇടപെടുന്നത്? കർത്താവാണ്. സ്തോത്രം. ഇന്ന് ഞാനൊരു കാര്യം പറയാം, നമ്മളെ ലോകമായി അടുപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ലോകത്തിനകത്തുണ്ട്. നമ്മളെ അങ്ങ് ലോകത്തിനകത്ത് എഴുകി ചേർത്ത് ലോകമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളെ കൂട്ടിച്ചേർക്കുന്ന ഒരുപാട് പദ്ധതി ലോകത്തിനകത്തുണ്ട്. പക്ഷെ ദൈവമായിട്ട് അടുപ്പിക്കുന്ന പദ്ധതി കുറവാണ്. ദൈവമായിട്ട് അടുപ്പിക്കുന്ന പദ്ധതി ഒന്നേ ഉള്ളൂ, പരിശുദ്ധാത്മാവ്. അത് പ്രാപിക്കണം, അന്യഭാഷ പ്രാപിക്കണം, പരിശുദ്ധാത്മാവിൽ ആരാധിക്കണം, ദൈവം ജ്ഞാനമായിട്ട് പറയുന്ന ഭാഷയിൽ സംസാരിക്കണം. പിശാചിന് അതിനകത്ത് നോക്കി നിൽക്കാനേ പറ്റാവൂ, അതിലേക്ക് കയറാൻ ഇടവരുത്തല്ലേ. അപ്പോഴത് പ്രാപിക്കണമെങ്കിൽ ആരോട് അടുക്കണം? ദൈവത്തോട്. സ്തോത്രം. ഇന്ന് നമ്മളെ പാപം ചെയ്യിപ്പിക്കാൻ ഒറ്റ നിമിഷം മതി, വിരൽ തുമ്പിനകത്തിരിക്കുക എല്ലാ പാവവും. സ്തോത്രം. വേഗത്തിൽ പാപത്തിലേക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ്, പക്ഷേ ആത്മീയത്തിലേക്ക് വരാൻ താമസമാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയുക, നമ്മുടെ തലമുറകളെ ദൈവമായിട്ട് അടുപ്പിച്ചോളൂ. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ഉപസിക്കേണ്ടതും, അയ്യോ അവർക്ക് നല്ല ജോലി കിട്ടണമേ, അവർക്ക് നല്ല റാങ്ക് ലിസ്റ്റ് കാണണമേ, ഇതൊന്നും അല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അവർ അഭിഷക്തരായി തീരണമേ, ദൈവമായിട്ട് അടുക്കണമേ, അവർ അഭിഷേകം പ്രാപിക്കണമേ, അവർ ദൈവമായിട്ട് അടുക്കണമേ. കർത്താവേ, ലോകത്തിന്റെ ജഡത്തെ അവർ ജയിക്കണമേ. ലോക ജഡമല്ല അവർക്ക് വേണ്ടത്, ജഡത്തെ ജയിച്ചുകൊണ്ട് അവർ ആത്മീയരാവണമേ, ഭക്തരാവണമേ. എന്നാ ദൈവജനമേ നമ്മുടെ തലമുറയെ കുറിച്ച് പ്രാർത്ഥിക്കേണ്ടത്. അവർ ദൈവത്തോട് അടുക്കുന്നെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ആരും കൊടുത്തോളൂ? ദൈവം കൊടുത്തോളൂ. ദൈവം കൊടുത്തോളൂ. സ്തോത്രം. ദൈവം തന്ന നന്മകളെ സൂക്ഷിക്കേണ്ട ചുമതല ആർക്കുള്ളതാണ്? നമുക്കുള്ളത്. ദൈവം തന്നതാന്ന് പറഞ്ഞത് നശിപ്പിക്കാനുള്ളതല്ല, അത് സൂക്ഷിക്കേണ്ട ചുമതല ആർക്കുള്ളതാണ്? നമുക്കുള്ളതാണ്. അല്ലയോ? നമുക്കുള്ളതാണ്. സ്തോത്രം. ദൈവം ധാരാളം തന്നുകൊണ്ടിരിക്കുമല്ലയോ? ഓരോന്ന് ചെലവാക്കുമ്പോഴും കണക്ക് ചോദിക്കും. ആരും? കർത്താവ്. ഞാൻ തന്നിട്ടുള്ളൂ നിനക്ക് ഇന്നേന്റെ കാര്യം ഞാൻ തന്നില്ലയോ? സ്വന്തം അധികമായിട്ട് തന്നിട്ട് എന്ത് ചെയ്യും? അധികമായിട്ട് തന്നവർ ആർക്ക് കൊടുക്കണം? രണ്ടുള്ളവർ ആർക്ക് കൊടുക്കണം? ഇല്ലാത്തവർ കൊടുക്കണം.
അപ്പൊ കൊടുക്കാനും ആരും പഠിപ്പിക്കുന്നുണ്ട്, തരാനും ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, മേടിക്കാനും ദൈവം പഠിപ്പിക്കുന്നുണ്ട്, തരാൻ ദൈവത്തിൽ നിന്ന് മേടിക്കാനും ദൈവം പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ കൊടുക്കാനും ആര് പഠിപ്പിക്കുന്നുണ്ട്? ദൈവം നമുക്ക് തരുന്നത് പോലെ മറ്റുള്ളവർ കൊടുക്കാനും ആര് പഠിപ്പിക്കുന്നുണ്ട്? ദൈവം പഠിപ്പിക്കുന്നു. സ്തോത്രം. ദൈവം പഠിപ്പിക്കുന്നു. പറയുക, മാനസാന്തരത്തിന്റെ ഫലം കഴിക്കാൻ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ആദ്യം അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് പറഞ്ഞ് പരിപാടിയാണ് നിർത്ത്. ആദ്യം അബ്രഹാമിനെ പോലെ നീ ഒന്ന് ആവും. അബ്രഹാമിനെ പോലെ ഒരു വിശ്വാസ പുരുഷനായി, ഒരു വിശ്വാസ സഹോദരനായി നീ ഒന്ന് മാറ്. വിശ്വാസ പുരുഷനും വിശ്വാസ സഹോദരനും ആയി കഴിഞ്ഞാൽ എന്തായിത്തീരും? ദൈവത്തിന്റെ കൽപ്പനകളെ ന്യായപ്രമാണത്തിന് പ്രാധാന്യം കൊടുത്ത് ന്യായപ്രമാണ പ്രകാരം ജീവിക്കും. അവനെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. അവനോടാണ് കർത്താവിനെ സ്വപ്രമാലിന്റെ അവനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, തെറ്റിക്കാൻ പറ്റത്തില്ല. ന്യായപ്രമാണത്തിനകത്തായി കഴിഞ്ഞാൽ, ന്യായപ്രമാണമായിട്ടുള്ള ബന്ധത്തിനകത്തായി കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ എഴുതിയ ദൈവത്തിന്റെ വചനത്തിനകത്തായി കഴിഞ്ഞാൽ അവനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തെറ്റിക്കാൻ പറ്റത്തില്ല. ഇന്നലെ ഒരു സഹോദരൻ വന്നെടുത്ത് സംസാരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇന്നത്തെ സംഘടനയ്ക്കകത്തുള്ള പാസ്റ്റർമാരുടെ മക്കളൊന്നും സുശേഷ വേലയിൽ വരുന്നില്ല. ഇൻഡിപെൻഡന്റ് ആയ പാസ്റ്റർമാരുടെ മക്കളല്ല സുശേഷ വേലയിൽ. ഞാൻ എന്താ സംഘടനയിലെ പാസ്റ്റർമാർക്ക് വല്ല കുമ്പ് വല്ലതും ഉണ്ടോ, സ്പെഷ്യലായിട്ട് വല്ലതും ഉണ്ടോ? അതല്ല, അവരിങ്ങനെ ആ സംഘടനയ്ക്കകത്തുള്ള ലീഡർമാരെ എല്ലാം ഫൈറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നതല്ല. ഈ പിള്ളേർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ കർത്താവിന്റെ വേലയ്ക്ക് വരത്തില്ല. എടാ, ഈ ഫൈറ്റ് ചെയ്യുന്ന പാസ്റ്റർ യഥാർത്ഥമായിട്ട് ദൈവവേല എന്തെന്ന് പിള്ളേർക്ക്, സ്വന്തം ഭവനത്തിലുള്ള പിള്ളേർക്ക് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുത്താലേ ദൈവവേലക്കകത്ത് ആര് വരത്തുള്ളൂ, പിള്ളേർ വരത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ഓക്കെ പിള്ളേർ വരണ്ട, നീ പറഞ്ഞ പോലെ ഞാൻ സമ്മതിക്കുന്നു. എൻ്റെ അടുത്ത സുഹൃത്താണ്, അതുകൊണ്ട് നീ പറയാം. ഞാൻ നീ പറയുന്നത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പിള്ളേർക്ക് എന്താ ഇൻഡിപെൻഡൻസ് സഭയാവാൻ പറ്റാതെ? ഇൻഡിപെൻഡൻസ് സഭ ദൈവം പറഞ്ഞില്ല, നീ പറഞ്ഞല്ലോ, ഇൻഡിപെൻഡൻസ് സഭയിലെ പാസ്റ്റർമാരുടെ മക്കളെ അവർ സുശേഷ വേലയ്ക്ക് വിടുന്നുണ്ട്, സംഘടനയിലെ പാസ്റ്റർമാരുടെ മക്കളെ വിടുന്നു. എന്താണ് സംഘടനയിലെ പാസ്റ്റർമാരുടെ മക്കളെ ഇതിനകത്ത് വിടാൻ പറ്റത്തില്ലെങ്കിൽ നീ അവരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വിട. ദൈവവേലയ്ക്ക് എന്താ വിടാത്തെ? അപ്പൊ ദൈവവേല അല്ല നിന്റെ ഉദ്ദേശം. നിങ്ങൾക്കല്ല ഉദ്ദേശം വിദേശ രാജ്യങ്ങളിൽ പോയി നിന്റെ മക്കളെല്ലാം വലിയ ജോലി ഇരിക്കാതിരിക്കണമെന്ന് നിന്റെ ഉദ്ദേശം. അങ്ങനത്തോളവനല്ല കർത്താവിന്റെ വേല. എന്റെ ജീവിതത്തിൽ ഏറ്റവും നമ്പർ 1 ജോലി എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വേലയാണ്. അതിനപ്പുറത്തൊരു ജോലിയില്ല, വിദ്യാഭ്യാസ യോഗ്യത വേണ്ട. ആത്മാർത്ഥമായിട്ട് ദൈവത്തിന്റെ വചനത്തിനെ വിശ്വസിച്ച് സ്തോത്രം. നേരത്തെ എന്ത് പറഞ്ഞേ? സ്തോത്രം, അതിൽ നല്ല ഫലം കായ്ക്കുവാൻ നീ യോഗ്യനാണെങ്കിൽ ഇന്നാളെ വേലയൊന്നുമില്ല, ആർക്കും വേലയില്ല, അവിടെ ഡിഗ്രികളില്ല. സ്തോത്രം, വലരുക. യഥാർത്ഥ ദൈവവചനത്തെ ഉയർത്തുവാൻ, ദൈവവചന പ്രകാരം ജീവിക്കുന്ന ഏതവനും, ദൈവത്തിന്റെ വിളിയുള്ള ഏതവനും കർത്താവിന്റെ വേലയില്ല. അവനെയാണ് ആർക്ക് വേണ്ടത്? കർത്താവിന് വേണ്ടത്. കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ശുശ്രൂഷിക്കാവുന്നൊന്നും കർത്താവിന്റെ വചനം പറഞ്ഞിട്ടില്ല. ഉണ്ടോ? പൂർണ്ണ ഹൃദയത്തോട് ഇറങ്ങുന്ന എല്ലാവരും കർത്താവിന്റെ വേല ചെയ്യാം. പൂർണ്ണ ന്യായപ്രമാണപ്രകാരം നിൽക്കുന്നവനെല്ലാം ദൈവത്തിന്റെ വേല ചെയ്യാം. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിലേക്ക് വരാം. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച ഒരു വചനത്തിലേക്ക് വരാം. മത്തായി സുവിശേഷം 22 വാക്യം പോലും വായിക്കാം. എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. സ്തോത്രം. അപ്പൊ കർത്താവിന്റെ നാമനിമിത്തം എല്ലാവരും എന്ത് ചെയ്യും? നമ്മളെ ചേർത്ത് പിടിക്കുമെന്നല്ല, പകയ്ക്കും. അപ്പൊ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവര് മാത്രമേ ദൈവനാമത്തിൽ നിൽക്കുന്നവനെ ചേർക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവനെല്ലാം എന്ത് ചെയ്യും? എതിരെ നമുക്ക് പകയ്ക്കും, നമ്മളെ ഓടിക്കും. സ്തോത്രം. അടുത്ത വാക്യം വായിക്കാം. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇതിനകത്ത് ദൈവം വചനത്തിനകത്ത് ശക്തമായിട്ട് പറയുന്നുണ്ട്. അതിന് മുമ്പുള്ള വാക്യങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഭാഗത്തോട് എന്തുവാ? അപ്പനമ്മമാർ നിങ്ങൾക്കെതിരെ എഴുതും, മക്കൾ നിങ്ങൾക്കെതിരെ എഴുതേക്കും. പക്ഷെ നിങ്ങൾ വിശ്വാസത്തെ മുറുകെ പിടിച്ചോണം, വിശ്വാസത്തിന് പോകല്ലേ. ദൈവത്തിന്റെ അടുത്ത വാക്യങ്ങളിൽ പറയുക, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ അവസാനം വരെ ഒരു ഫൈറ്റിംഗ് ഉണ്ട് ദൈവമക്കൾക്ക്. ദൈവമക്കളായെന്ന് പറഞ്ഞ് മാറിയിക്കാൻ പറ്റത്തില്ല. ദൈവമക്കൾക്ക് അവസാനം വരെ ഈ ലോകത്തോടൊന്നുണ്ട് ഒരു ഫൈറ്റിംഗ് ഉണ്ട്. ആ ഫൈറ്റ് ചെയ്ത് നിന്നാൽ മാത്രമേ അവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? രക്ഷിക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. അവൻ ദൈവത്തിന്റെ പൈതലായി തീരുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അവസാനം വരെ എന്ത് ചെയ്യണം? ഫൈറ്റ് ചെയ്തോണം.
അതിന്റെ അടുത്ത വാക്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു. സ്തോത്രം 37 വാക്യത്തിനകത്ത് പറയുന്നു, എന്നേക്കാൾ അധികം നീ എന്ത് ചെയ്യല്ലേ? അപ്പനെയോ അമ്മയോ അമ്മയെ സ്നേഹിക്കുവാൻ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. സ്തോത്രം. ഇന്ന് ഞാനൊരു കാര്യം പറയാം ദൈവമക്കളെ, എല്ലാ ദൈവമക്കൾക്കും ഒരു വാശി വേണം. ഏത് പ്രതിസന്ധിയുടെ എന്തെങ്കിലും ഒരു വാശി വേണം. ഞങ്ങൾ പ്രാപിക്കും. കാര്യം എന്തോ, ഞങ്ങൾ ചിലവർ പറയും നിങ്ങൾ തലമുറ രക്ഷപ്പെടത്തില്ല. നമ്മളെ കുറിച്ച് പറയും, നീ ഒന്നും രക്ഷപ്പെടത്തില്ല. മനസ്സിനകത്ത് തീരുമാനം, ഞാൻ രക്ഷപ്പെടും. ഞാൻ ആരുടെ പൈതലാണ്? യേശുവിന്റെ പൈതൽ. എന്നെയോ എന്റെ അനുഗ്രഹത്തെയോ എന്റെ ഭവനത്തിന്റെ അനുഗ്രഹത്തെയോ എന്റെ തലമുറയുടെ അനുഗ്രഹത്തെയോ ഒരുത്തരും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞങ്ങൾ രക്ഷപ്പെടും. കാര്യം ഞങ്ങൾ യേശുവിന്റെ മക്കൾ. ആദ്യം ആ ഒരു വാശി വേണം. ആ വാശിയോടായിരിക്കണം പ്രാർത്ഥന. അതിനെതിരെ നിൽക്കുന്ന മാനസികമായി ശാരീരികമായി ഞങ്ങളെ അകറ്റുന്ന സകല വിഷയത്തെ ഞങ്ങൾ ജയിക്കും. കാര്യം ഞങ്ങൾ യേശുവിന്റെ മക്കളാണ്. ആ വാശിയോട് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് നിശ്ചയമായി അനുഗ്രഹ ദൈവത്തെ അവരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തൊടുവാൻ കഴിയത്തില്ല. ഒരു വാതിൽ അറിഞ്ഞാൽ അടുത്ത വാതിൽ ദൈവം തുറക്കും. ഓർത്തോ, ഒരു വാതിൽ അറിഞ്ഞാൽ അടുത്ത വാതിൽ ദൈവം തുറക്കും. അവന്റെ ഫ്രണ്ടിൽ ഒരു വാതിലിനും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അടച്ചു വെക്കുവാൻ കഴിയത്തില്ല. അവന്റെ നന്മയെ അടച്ചു വെക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. നടച്ചു വെക്കുവാൻ കഴിയത്തില്ല. ഇത് പകല് സ്തോത്രം ദൈവനാമത്തിൽ ഇറങ്ങുന്ന എല്ലാ ദൈവമക്കൾക്കും എതിർപ്പും. ആർക്കും എതിർപ്പില്ലാതില്ല. എല്ലാ ദൈവമക്കൾക്കും, യഥാർത്ഥ ദൈവവചനം പറയുന്ന എല്ലാ ദൈവമക്കൾക്കും എതിർപ്പുണ്ട്. കർത്താവ് പറയുക, അവിടെ ഒന്നും എന്തിയില്ലേ, നീ പറഞ്ഞിപ്പോവട്ടെ. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ എനിക്ക് യോഗ്യനാണ്. ഇപ്പോഴത്തെ കഴിഞ്ഞ ആഴ്ച ഇപ്പോഴത്തെ വാക്യത്തിനകത്ത് പറഞ്ഞു, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മക്കളെ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ സ്വത്ത് സുഖങ്ങളെ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. കർത്താവ് ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ സ്വത്ത് കൂട്ടാൻ വേണ്ടിയാണോ കർത്താവിന്റെ വേലയ്ക്ക് വന്നത്? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഞാൻ ആദ്യം ഇറങ്ങിയപ്പോഴല്ല എനിക്കും ഉണ്ടായിരുന്നു ചില മോഹങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇങ്ങനെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോയാൽ മതി എന്നുള്ള ഒരു മോഹം ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റേജിനകത്ത് കയറുമ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. സ്റ്റേജിനകത്ത് കയറുമ്പോൾ സ്വഭാവം അങ്ങ് മാറുക. പിന്നെ അങ്ങോട്ട് അടുക്കുമ്പോഴും സ്വഭാവം ഇത് തന്നെ ആവുക. അപ്പോൾ മനസ്സിലായി സ്വഭാവത്തിന്റെ റൂട്ട് എങ്ങോട്ടാ പോകുന്നത്, ആര് കൊണ്ടുപോകുന്നയാ, ഇത് ദൈവം കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ജനിച്ചപ്പോ ഇങ്ങനത്തുള്ള സ്വഭാവം അല്ലായിരുന്നു. ജനിച്ചു വന്നപ്പോ കർത്താവിനെ തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുന്നവരെ ഇങ്ങനത്തുള്ള സ്വഭാവം അല്ലായിരുന്നു. എല്ലാവരുമായി മയമായിരുന്നു. പക്ഷെ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ ആത്മാവ് ഉള്ളിൽ അങ്ങോട്ട് വസിക്കാൻ തുടങ്ങിയപ്പോ മയം മാറി. കാര്യം പാപത്തിന് എതിരാവാം. ഈ എല്ലാവരും നമ്മളെ വെറുക്കുന്ന എന്തുകൊണ്ടാണ്? എല്ലാവരും നമ്മളെ വെറുക്കുന്ന എന്തുകൊണ്ടാണ്? നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ സുഹൃത്തുക്കളെല്ലാം നമ്മുടെ വീട്ടുകാർക്കെല്ലാം നമ്മളോട് വെറുപ്പ് തോന്നുന്നതിന്റെ കാര്യമുണ്ടോ? അവരുടെ പാപം നമ്മളോട് വെളിപ്പെടുത്താൻ കാര്യമുണ്ടോ? നമ്മളെ മേൽ വസിക്കുന്ന ആരാ? ദൈവത്തിന്റെ ആത്മാവാണ്. അവരെത്ര അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുവന്നിട്ടും അതിനകത്ത് എന്ത് ചെയ്യത്തില്ല, നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആവും. ചിലരൊന്ന് എന്റെ അടുത്ത് പറഞ്ഞ് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നെല്ലാം പറയുമ്പോൾ നമ്മളും അങ്ങോട്ട് മനസ്സിലായി ഞാൻ ചെയ്യാതെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഉള്ളത്തിനകത്തെന്ന് പറയും, ഇതാണോ ദൈവം നിന്നെ പഠിപ്പിച്ച്? ഇതാണോ ഞാൻ നിന്നെ പഠിപ്പിച്ചത്? നീ നേരത്തെ പറഞ്ഞല്ലോ നീ എന്റേത് സ്തോത്രം നിന്റേത് ഞാനും. അപ്പോഴ് ഇതാണോ നിന്നെ ഞാൻ പഠിപ്പിച്ച്? നമ്മൾ നിൽക്കുവോ? സ്തോത്രം നിൽക്കുവോ? ചിലവരെന്നോട് പറയാറുണ്ട്, വന്നു കഴിയുമ്പോൾ വലിയ സ്വഭാവം മാറും. സ്തോത്രം. പണ്ട് സ്തോത്രം നമ്മുടെ സഭയ്ക്കകത്ത് വരുന്ന മോൾ ടീച്ചർ പറയുമായിരുന്നു, ഒരു കാര്യം പറയുമായിരുന്നു. അവര് ഓപ്പണായിട്ട് അവരുടെ ബന്ധുക്കളും നാട്ടുകാരെല്ലാം നിൽക്കുമ്പോൾ ഒരു ഓപ്പണായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. സ്തോത്രം. ഈ നിൽക്കുന്ന ആളൊന്നും അല്ല, ഇവിടെ വെച്ചെല്ലാം കേട്ടിങ്ങനെ തലയാക്കിയിട്ടില്ല അങ്ങ് പോവും. മിണ്ടാതെല്ലാം നിന്നിട്ട് അങ്ങ് പോവും. സ്തോത്രം. നമ്മളോർക്ക് നമ്മളോടാണ് പ്രൈസലോ. സ്തോത്രം. സൺഡേ അങ്ങോട്ട് ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ ഇതൊന്നും അല്ല സ്വഭാവം. പിന്നെ അങ്ങ് മുഖം മാറും. പിന്നെ സംസാരം മാറും. സ്തോത്രം. അല്ലെ അപ്പോഴും പിന്നെ നോക്കാൻ ഒരു പേടിയുമാണ്. അങ്ങോട്ട് നമുക്ക് അടുക്കാൻ ഒരു പേടിയാണ്. പിന്നെ പിറ്റേന്ന് എന്തെങ്കിലും എവിടെ വെച്ചെങ്കിലും വെളി വെച്ച് കാണുമ്പോഴാ ഒന്ന് സോൾവ് ആവുന്നു. സ്തോത്രം. അത് അങ്ങനെ ആവത്തുള്ളൂ. കാര്യം ദൈവജനത്തിനകത്ത് ദൈവജനത്തിനകത്ത് ദൈവവൈദ്യരുടെ മേൽ വസിക്കുന്ന ആരാ? കർത്താവാണ്. ആ കർത്താവ് ഉള്ളത്തിൽ വസിക്കുന്ന കാലത്തോളം ഇതിനകത്ത് എന്ത് വരത്തില്ല? പാപം വരത്തില്ല. പാപത്തോട് യോജിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവർക്ക് നമ്മളോട് വെറുപ്പ്. നമ്മൾ തെറ്റ് കണ്ട
ഇടിച്ചു പറയും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സുന്ദരയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കണ്ണിൽ വലിയ കോല് വെക്കുന്നവൻ സഹോദരന്റെ കണ്ണില് സ്തോത്രമാലിലെ കരട് എടുക്കാൻ പോകുന്നു. കർത്താവിന്റെ ഒരു വചനം പഠിപ്പിക്കുന്നു. അതിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം. കണ്ണിൽ വലിയ കോലിരിക്കുന്നവന് സഹോദരന്റെ കണ്ണിന്റെ കരട് വലുതായിട്ട് തോന്നി പറയുന്നു. പക്ഷെ അത് നേരെ തിരിച്ചൊന്നും ചെയ്യും. സ്തോത്രം, പാപം ചെയ്യുന്നവൻ ഒരിക്കലും പാപത്തെ എന്ത് ചെയ്യത്തില്ല, കൂടുതൽ കുറ്റപ്പെടുത്തില്ല, പാപത്തോട് അനുഭവപ്പെട്ടേ പോകും. പറയുമ്പോൾ വലിയ കട്ടോഷം എല്ലാം പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ആ പാപിയുടെ തൊള്ളയിൽ പോയി കൈയിടും. കാര്യം അതിലും വലിയ പാപം ആര് ചെയ്തുകൊണ്ടിരിക്കുന്നു? പ്രസംഗമേ ഉള്ളൂ. അവരെ നോക്കിയിട്ടാ യോഹന്നാൻ വിളിച്ചു പറഞ്ഞ സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങളെ ആരാ പഠിപ്പിച്ചത്? ഇപ്പൊ സ്നാനപ്പെട്ട എല്ലാ പരിപാടിയും കിട്ടിയത് ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? സ്നാനപ്പെടണമെങ്കിൽ മാനസാന്തരപ്പെടണം, നല്ല ഫലം കായ്ക്കണം. കായ്ക്കാത്തവൻ സ്നാനപ്പെടാൻ പാടില്ല. അപ്പോഴവരെ അടുത്തൊരു വാക്യോടും യോഹന്നാൻ പറയുന്നത് എന്തുവാ? അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയുന്നത്. അബ്രഹാമിന്റെ മക്കളെ ഈ കല്ലിൽ നിന്ന് ഉളവാക്കുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയും. ഇവര് പ്രസംഗിക്കുകയല്ല ചെയ്യും. ഇവര് പിന്നെ തോളെ കഴിയുന്ന ആരുടെ? പാപത്തിന്റെ. കാര്യം ഇവർ അതിലും വലിയ പാപിയാണ്. പക്ഷേ ദൈവത്തിന്റെ വചനപ്രകാരം ന്യായപ്രമാണമായിട്ട് ജീവിക്കുന്നവരുകൾ പ്രസംഗിക്കുക മാത്രമല്ല, അവരുടെ ജീവിതത്തിനകത്തും എന്തില്ല? പാപമില്ല. അപ്പൊ അവന് പാപത്തോട് ചേരാൻ പറ്റൂ. അതുകൊണ്ട് പലർക്കും നമ്മളോട് എതിർപ്പുള്ളത്, നമ്മളെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഈ സഭ ഉയർന്നു വരാൻ പാടില്ല, ഈ സഭ തകർന്നു വന്നേ പറ്റത്തുള്ളൂ, ഈ ദേവദാസൻ ഇങ്ങനെ കയറിയാൽ പറ്റത്തില്ല. സ്വന്തം എല്ലാവർക്കും അറിയാം ഒരു സമയം കഴിയുമ്പോഴേക്കും പൊട്ടി വരുമെന്ന്. ആർക്കും മൂട് വെക്കാൻ പറ്റത്തില്ല. കാര്യം ഇതിന്റെ ഒരു ട്രെയിനിങ് പീരീഡാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഫൗണ്ടേഷൻ ഇട്ടേക്കുക. ഇതിനകത്ത് പണിയുന്ന കെട്ടിടത്തിന്റെ വലിപ്പം അങ്ങോട്ട് വരുമ്പോ ആർക്കും മൂടി വെക്കാൻ പറ്റില്ല, അത് പുറത്തു വരും. എല്ലാവർക്കും അറിയാം. പിന്നെ ഇതൊരു പണിയാവും. പലരും ചോദിക്കും, അതേപോലെ നിങ്ങൾ ജീവിക്കുന്നതിന് ചോദിക്കുമ്പോൾ അതൊരു പണിയാവും. അതുകൊണ്ട് ഇതിനെ ഇപ്പോഴേ എന്ത് ചെയ്യണം? തകർക്കാൻ പറ്റണം. നോക്കുക, പക്ഷെ തകരൂ. കാര്യം എന്തുവാ? ഇത് കർത്താവ് പണിത സഭയാണ്. കർത്താവ് പണിത സഭയാണ്. ആളില്ലെന്നോ ആള് കൂടിയെന്നോ ഒന്നും നമുക്ക് വിഷയമല്ല. നമുക്ക് ഒറ്റ വിഷയമേ ഉള്ളൂ. യേശു ഇറങ്ങിയിട്ടുണ്ടോ? നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ പേർ കൂടിയപ്പോ അവിടെ ആര് ഇറങ്ങിയിട്ടുണ്ട്? യേശു ഇറങ്ങിയിട്ടുണ്ടോ? യേശു ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. നമ്മൾ ഹാപ്പി. ആളൊന്നുമല്ല വിഷയം. യേശു ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്, ഇല്ലയോ? നമ്മൾക്ക് ആരാധിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് നമ്മളെ വിഷയം. നമുക്ക് ആരാധിക്കാൻ നമ്മൾ വന്നേ, നമുക്ക് ആരാധിച്ചേ പറ്റൂ. അല്ല അടുത്ത ആള് കൂടിയാലേ ആരാധിക്കാൻ പറ്റൂന്നല്ല. യേശു ഇറങ്ങിയാൽ നമ്മൾ ഹാപ്പിയാണ്. സ്തോത്രം. അടുത്ത വാക്യം വായിക്കാം. ഒരിടത്ത് ഏറ്റെടുത്തില്ലെങ്കിൽ വിട്ടേര്, അടുത്തേക്ക് പോവാ. നമ്മൾ ഒരാളോട് സുശാലം പറഞ്ഞ സുശാലം അയാൾ ഏറ്റെടുത്തില്ലെങ്കിൽ കളതേര്. അത് ഏറ്റെടുക്കുന്ന അടുത്ത ആളുണ്ട്, അടുത്തതുണ്ട്. സ്തോത്രം. എല്ലാവരും ഒരേപോലെ അല്ല, ഏറ്റെടുക്കുന്നവരുണ്ട്. ഒരു കാര്യം, ഒരു ഗ്ലാസിനകത്ത് സ്തോത്രം പാല് കൊണ്ടുവച്ചു. പാലിനകത്ത് എത്ര വെള്ളം ഒഴിച്ചാലും വെളുത്തു തന്നിരിക്കും. പാലിനകത്ത് ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. പക്ഷെ പാൽ കുടിക്കുമ്പോഴാ അറിയുന്നത് അത് ഒറിജിനലാണോ വെള്ളമാണോ, അല്ലയോ? ഇന്ന് നമ്മളെ നോക്കുമ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ച കർത്താവ് ഒരേ രീതിയിലാണ്, സ്വരൂപത്തിലാണ് ഉണ്ടാക്കിയത്. ക്വാളിറ്റി ഉണ്ടോ ക്വാളിറ്റി ഇല്ലയോ എന്ന് അറിയുന്നത് അടുത്ത് ചെല്ലുമ്പോഴേ, ഇല്ലയോ? ദൈവം സൃഷ്ടിച്ച മനുഷ്യരാണ് നമ്മളെല്ലാം. വിശ്വസിക്കുന്നവനും വിശ്വസിക്കാത്തവനും ന്യായപ്രമാണത്തിലുള്ളവനും ഇല്ലാത്തവരും എല്ലാം, പാപിയും തിന്മ ചെയ്യുന്നവരും നന്മ ചെയ്യുന്നവരും എല്ലാം ഒരേ സാധനമാണ്. ആര് സൃഷ്ടിച്ചതാണ്? കർത്താവ് സൃഷ്ടിച്ചതാണ്. പക്ഷേ ദൈവത്തിന്റെ പൈതലാണോ അറിയണമെങ്കിൽ അടുത്ത് ചെന്നിട്ട് അവരുടെ പ്രവൃത്തി കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് ഇത് ദൈവത്തിന്റെ പൈതലാണ്. ഇവൻ യേശുവിനെ അറിഞ്ഞവനാണ്, ഇവൻ യേശുവിന്റെ വചനപ്രകാരം ജീവിക്കുന്നവനാണ്. പാല് കണ്ടു, പാലിനകത്ത് വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞ് വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞ് പാലിന്റെ കളറ് മാറിയിട്ടില്ല. പാല് വെള്ളം തന്നെ, അതിനകത്ത് ഒരു മാറ്റമില്ല. പച്ചവെള്ളം ചൂടുവെള്ളവും പച്ചവെള്ളം കൊണ്ട് വെച്ചു. രണ്ടിന്റെ പേര് പച്ചവെള്ളം എന്നാണ്. ചൂടുവെള്ളത്തിന് വിളിക്കുന്ന പച്ചവെള്ളം അറിയുക, അത് പച്ചവെള്ളം തന്നെ, ചൂടാക്കിയതേ ഉള്ളൂ. പക്ഷെ തൊടുമ്പോഴാണ് അറിയുന്നത് ചൂടുള്ള സാധനമാണ്, ഇത് പൊള്ളും. ഇതേപോലെ ദൈവമക്കളെ നമ്മൾ ഇരിക്കുന്നത് ലോകത്തിൽ നമ്മൾ രണ്ട് ഗ്ലാസ്സിനകത്ത് വെള്ളം കൊണ്ട് വെച്ച്, ഒന്ന് ചൂടുവെള്ളവും ഒന്ന് സാധാ പച്ചവെള്ളം, തണുത്ത വെള്ളവുമാണ്. സ്തോത്രം. നമ്മളെ നോക്കുമ്പോൾ എല്ലാം ഒരേ രൂപമാണ്, ഒരേ ഭാവമാണ്. ഇന്ന് പല സഭകളെയും പല മാസ്റ്റർമാരെ ദൈവമക്കളെ കാണുമ്പോൾ എല്ലാം ഒരേ രൂപമാണ്, ഒരേ ഭാവമാണ്. പക്ഷേ ഇതിനകത്ത് തൊടുമ്പോഴറിയുന്നത് ഇതിനകത്ത് ചൂടുണ്ടോ തണുത്തതാണോ. സ്തോത്രം. തണുത്തതിനകത്ത് തൊടാൻ പറ്റും, ചൂടിനകത്ത് തൊട്ടാൽ പൊള്ളും. നമ്മൾ ആരാണ്? ചൂടുള്ളവർ.
നമ്മൾ കത്തുന്നവരാ, തണുക്കുന്നവരല്ല. തണുത്ത അവസ്ഥയിൽ ചൂടാക്കി നമ്മൾ വിളിച്ചത് കർത്താവെങ്കിൽ നമ്മൾ ചൂടായി കത്താൻ ദൈവം വിളിച്ചിരിക്കുന്നത് തണുത്ത അവസ്ഥ ഇരിക്കാനല്ല. അതെ, ചൂടായിരിക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ചൂടിനെ തണുപ്പിക്കാൻ പറ്റത്തില്ല. തണുത്ത വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിനകത്ത് തൊഴിച്ചാൽ അത് ചൂടാവത്തേ ഉള്ളൂ. തണുപ്പിക്കുന്ന ആത്മീയമല്ല വേണ്ടത്, ചൂടാവുന്ന ആത്മീയമാണ് വേണ്ടത്. സ്തോത്രം. നമ്മള് ഒരു പാത്രത്തിനകത്ത് വെള്ളമെടുത്ത് തീ കത്തിച്ചുകൊണ്ടിരിക്കുക, അടിയിൽ നല്ല തീ കത്തിക്കൊണ്ടിരിക്കുക. എത്ര വെള്ളം തണുത്തതിനകത്ത് ഒഴിച്ചാലും അത് ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ തിളക്കാൻ തുടങ്ങും, ഇല്ലയോ? അത് തണുപ്പൂ. തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിനകത്ത് നമ്മൾ തണുത്ത വെള്ളം എത്ര ഒഴിച്ചാലും അത് ചില നിമിഷം കൊണ്ട് എന്ത് ചെയ്യും? ചൂടാവത്തേ ഉള്ളൂ, അത് തണുപ്പൂ. അതായിരിക്കണം നമ്മൾ കത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കണം. നമ്മളെ തണുപ്പിക്കാൻ പറ്റത്തില്ല. നമ്മളെ തണുപ്പിക്കുന്ന പല മുഖസ്തുതിയും പറഞ്ഞ്, പല വാഗ്ദാനങ്ങൾ പറഞ്ഞ്, പല രീതിയിൽ നമ്മളെ മനസ്സിനെ വശീകരിക്കാൻ വേണ്ടി പിശാച് വരുമ്പോഴും നീ തിളയ്ക്കുന്നവരായിരിക്കണം. ഈ വാക്കുകൾക്ക് ഇതിനെ ഫ്രണ്ട് നിൽക്കുവാൻ കഴിയത്തില്ല. ഇത് തിളയ്ക്കുന്നവരാ. അവിടെ തണുത്തത് തിളപ്പിക്കുന്ന ഒരു ദൈവത്തെയാ ഞാൻ ആരാധിക്കുന്നത്. എന്നെ ഒരു ശത്രുവിനെ തൊടുവാൻ കഴിയത്തില്ല. ചിലരുടെ മുഖസ്തുതിക്കാത്ത വീഴത്തില്ല, ചിലരുടെ മുൻവിധിക്കാത്ത വീഴത്തില്ല, ചിലരുടെ നെഗറ്റീവിനകത്ത് വീഴത്തില്ല, ചിലരുടെ നിന്ദയ്ക്കകത്ത് വീഴത്തില്ല, ചിലരുടെ പരിഹാസത്തിനകത്ത് വീഴത്തില്ല, ചിലരുടെ വാക്കുകളിലൊക്കെ വീണ് പോകത്തില്ല. കാര്യം ഞാൻ കത്തുന്ന തീയ, എന്നെ കത്തിക്കുന്ന ക്രിസ്തു എന്റെ കൂടെയുണ്ട്. എന്നെ മേൽ വസിക്കുന്നത് തീയായ ഒരു ദൈവത്തെ. ക്രിസ്ത്യാനി എന്ന് പേരും പറഞ്ഞ് ബൈബിൾ എടുത്ത് നടന്നാ പോരാ. ആ ബൈബിളിന്റെ ന്യായപ്രമാണ പ്രകാരം നീ ജീവിക്കണം. ജീവിച്ചാൽ മാത്രമേ അതിനകത്ത് തീ കത്തുന്നുള്ളൂ. സ്തോത്രം. നീ തിളക്കുന്ന തീയ. നിന്റെ അകത്ത് എത്ര തണുപ്പിക്കാൻ കൊണ്ടുവന്നാൽ ചത്തത്തേ ഉള്ളൂ. എന്ന് പ്രിയ ദൈവമേ, നിന്നെ നിരാശ വാക്കുകൾ കൊണ്ടുവരും ചിലവര്. അതിൽ ചില സ്വാധീന വാക്കുമായിട്ട് ചിലവർ വരും, ചില സൂപ്പിക്കുന്ന വാക്കുമായിട്ട് വരും, ചില നിന്നെ മടുപ്പിക്കുന്ന വാക്കുമായിട്ട് വരും. നീ പതറിപ്പോലെ നിന്റെ മേൽ കത്തുന്ന ഒരു തീ കൊണ്ട് കാര്യമുണ്ടോ? നിന്റെ മേൽ വസിക്കുന്ന ക്രിസ്തുവാ. ആ ക്രിസ്തുവിനെ തൊടുവാൻ ആർക്കും കഴിയത്തില്ല. അത് തൊട്ടാൽ പൊള്ളും. ക്രിസ്തുവിനെ തൊട്ടപ്പോഴും, നമ്മളെ തൊട്ടപ്പോഴും കർത്താവ് പറഞ്ഞു, ദൈവത്തിന്റെ വചനത്തിനകത്ത് പഴയ നിയമം മുതൽ പുതിയ നിയമത്തിനകത്ത് വരെ പറയുന്നു, നിന്നെ തൊട്ടാൽ എന്നെ തൊട്ടതിന് തുല്യമാണ്. അപ്പോഴത്രയ്ക്ക് റെപ്രസെന്റീവായിട്ട് ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്, ദൈവത്തിന്റെ അംബാസഡറാണ് നിർത്തിയിരിക്കുന്നത്. ദൈവം മാറ്റിയല്ല നിർത്തിക്കുന്നത്, ദൈവമക്കളെ മാറ്റിയല്ല നിർത്തിക്കുന്നത്. ദൈവം പറയുക, നിന്നെ തൊട്ടാൽ എന്നെ തൊട്ടതിന് തുല്യമാണ്. സ്തോത്രം, സ്തോത്രം. അപ്പോൾ നിന്നിച്ചും പരിഹസിച്ചും അപമാനിച്ചും മുൻവിധിച്ചെല്ലാം ഇടുമ്പോൾ ആ ഒരു സൈഡിലേക്ക് കർത്താവ് കളയുമോ? അയ്യോ അന്ന് അവയെല്ലാം അനുഭവിച്ചെന്ന് പറഞ്ഞ് കളയുമോ? ഞാൻ പലപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ചില തെറ്റെല്ലാം ചെയ്യുമ്പോഴേ മക്കളെ എന്ത് ചെയ്യാൻ തോന്നും? എന്റെ ഒരു സ്വഭാവത്തിന് കാല് പിടിച്ച് ബാക്കടിക്കാൻ തോന്നും. ചില സമയത്ത് ചില സ്വഭാവം കാണുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അവരോട് എന്ത് ചെയ്യും? മനസ്സിലാക്കുക. ഞാനപ്പോൾ ഓർത്ത് കർത്താവിന് എത്ര വട്ടം നമ്മൾ കാല് പിടിച്ച് നിലത്തടിക്കാൻ തോന്നിയിട്ടുണ്ടാവും. ഇവരിത് കാണിക്കുമ്പോൾ ഇവരോട് നമുക്ക് കാണിക്കുന്നെങ്കിൽ നമ്മൾ എത്ര വട്ടം കർത്താവിനോട് ചെയ്തിട്ടുണ്ട്? കർത്താവിന് എത്ര വട്ടം നമ്മളെ എന്ത് ചെയ്യാൻ തുടങ്ങി? എടുത്ത് കളയാനുണ്ട്. കളയുകാരനെ നമ്മളെ കാര്യം പോയി കളഞ്ഞു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, ഒരമ്മ ഒരു പൈതലിനെ സ്നേഹിക്കുന്നതിനും അപ്പുറമാ, നിനക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ആ ദൈവത്തിന്റെ സ്നേഹം ഒന്ന് ചിന്തിച്ചു നോക്ക്.
ഒരമ്മയും അപ്പനും ഇത്രയും മക്കളെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ, അവരോട് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ, അവരെ ചേർത്ത് പിടിക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നു. പറയുക, ഒരമ്മയ്ക്ക് പൈതലിനെ തള്ളിപ്പറയും, പക്ഷേ ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ ഡീപ്പ്, അതിന്റെ ആഴം എത്ര വലുതാണ്. സ്തോത്രം. ആ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ ആഴം വർണ്ണിച്ചാൽ പറയത്തില്ല, പറഞ്ഞാൽ തീരത്തില്ല. അതുകൊണ്ട് ആ കർത്താവ് കളയാത്തെ. അല്ലെങ്കിൽ എത്ര വട്ടം നമ്മൾ എടുത്ത് കളയാൻ സമയം കഴിയും? എത്ര വട്ടം നമ്മൾ വിശ്വാസവഞ്ചന ചെയ്തിട്ടുണ്ട്, എത്ര വട്ടം നന്ദികേട് കാണിച്ചിട്ടുണ്ട്, എത്ര വട്ടം ദൈവത്തിന് മഹത്വം കൊടുക്കാതെ പോയിട്ടുണ്ട്, ഇല്ലയോ? എത്ര വട്ടം ദൈവത്തിന്റെ പ്രമാണത്തെ മറന്നു ജീവിച്ചിട്ടുണ്ട്. എന്നിട്ട് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നെങ്കിൽ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ കർത്താവ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്തില്ല, കൈവിടത്തില്ല. ഇന്ന് പകരം പ്രിയ മക്കളെ, ഒരു വാശി വേണം. ദേശത്ത് ഞാൻ മാനിക്കപ്പെടണം, ബന്ധുമിത്രാദികളുടെ മധ്യയിൽ ഞാൻ മാനിക്കപ്പെടണം. എന്റെ കൂടെ ഉള്ളത് യേശുവാണ്, എന്റെ കൂടെ ഉള്ളത് യേശുവാ. പ്രാർത്ഥിച്ചോണം. ആരൊക്കെ എന്നെ കൈവിട്ടാലും മുറുകെ അങ്ങോട്ട് പ്രാർത്ഥിക്കണം. ആരൊക്കെ കൈവിട്ടാലും, ആരൊക്കെ എന്നെ തള്ളിപ്പറഞ്ഞാലും, ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ എന്റെ കൂടെ നിന്നില്ലെങ്കിലും എന്റെ യേശു എന്നെ കൈവിടത്തില്ല. എന്റെ യേശു എന്നെ ഭാവി അനുഗ്രഹപ്പെടുത്തിത്തരും. എന്റെ അവസ്ഥകളെ മാറ്റിത്തരും. എന്റെ അവസ്ഥകളെ ഒരിക്കലും ഒരുവരും പറയുന്നതിനും അപ്പുറമായി, ചിന്തിക്കുന്നതിനും അപ്പുറമായി എന്റെ യേശു എന്നെ ഭാവിയെ മാറ്റും. എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഇന്ന് പകൽ പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. ദൈവം നിശ്ചയമായി അനുഗ്രഹിക്കും. സ്തോത്രം. ആരൊക്കെ കൈവിട്ടാലും ഉപേക്ഷിച്ചാലും ദൈവം നിന്നെ അനുഗ്രഹിക്കും. കർത്താവ് പറയുക, ഒരു പട്ടണത്തിൽ നിന്നെ ഉപദ്രവിച്ച അടുത്ത പട്ടണത്തിൽ പോകും. സ്തോത്രമാലിയ ഉപദ്രവിച്ച പട്ടണത്തെ ക്ലിയർ ആക്കാനല്ല വിളിച്ചത്, ആ ഏറ്റെടുക്കുന്നതിന്റെ അടുത്തോട്ട് പോകും. ഏറ്റെടുക്കുന്നതിന് ചേർക്ക്. ആമേൻ. നീ പറയേണ്ടത് പറയുക, ചെയ്യുക. അത് ഏറ്റെടുത്തില്ലെങ്കിൽ, നിന്നെ ഏറ്റെടുത്തില്ലെങ്കിൽ എന്നെ ഏറ്റെടുത്തില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് കർത്താവ് വെളിപ്പെടുത്തിയ ദൂത, ആമേൻ, മരിക്കാൻ മരണം മാത്രം മുന്നിൽ കണ്ടു. ഇനി മരിച്ചെന്റെ മരിക്കാൻ പോവാ, ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന് തീരുമാനമെടുത്ത് ഉറച്ച രാത്രിയിൽ, ആ ഉറപ്പിച്ച രാത്രി കർത്താവിനോട് പറഞ്ഞു, നീ എന്റേതും ഞാൻ സ്തോത്രം, എന്റെ നീയും നീ എന്റേതുമാണ്. സ്തോത്രം. നമ്മൾ രണ്ടല്ല, ഓർമ്മത്രേ. അത് പറയുമ്പോഴേ എന്നെ ബലപ്പെടുത്തി. എന്റെ ജീവിതത്തിനകത്ത് സന്തോഷം അനുഭവിക്കാൻ തുടങ്ങിയത്. അന്ന് മുതൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷമാണ് ഈ നിമിഷം വരെ അനുഭവിക്കുന്നത്. പ്രതികൂലം വന്നു, വീണുപോയെന്ന് പലരും പറഞ്ഞു, എഴുന്നേൽക്കത്തില്ലെന്ന് പലരും പറഞ്ഞു, ഇനി ഇവൻ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞു. അവിടെയുള്ള ഇരട്ടി ശക്തിയോടെ ഞാൻ പുറത്തു വന്നിട്ടുണ്ട്. അത് കാര്യമുണ്ടോ? എന്റെ യേശു പറഞ്ഞ വാക്ക അതെന്നെ കുറിച്ച് പറഞ്ഞ ദൂത്. സ്തോത്രം. കർത്താവിനോട് പറഞ്ഞു, നീ മരിക്കുവാണെങ്കിൽ എനിക്ക് വേണ്ടിയായിരിക്കും, ജീവിക്കുവാണെങ്കിൽ എനിക്ക് വേണ്ടിയാ. ഞാൻ പറഞ്ഞു, അതിലും വലിയൊരു ഭാഗ്യം വേറെ ഇല്ല കർത്താവേ. അങ്ങനെ കാഴ്ചപ്പാടിൽ ഇറങ്ങിയ തിരിച്ച് എന്നോട് എന്നെ ബോംബ് വയ്ക്കുക. സ്വർണ്ണമാലിയ പപ്പായി കണ്ട മറ്റുള്ളവരെ പോലെ പോയാ ഇന്ന നന്മ കിട്ടുമെന്ന്. അതുകൊണ്ട് ഇന്ന് പകല് ഞാൻ ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുക, ആ നന്മയ്ക്ക് ഇറങ്ങിയതല്ല ഞാൻ. സ്തോത്രം. കാര്യം എന്തുവാ? കർത്താവിനോട് പറഞ്ഞത്, ജീവിക്കുവാനെ അങ്ങേക്ക് വേണ്ടി, മരിക്കുവാനെ അങ്ങേക്ക് വേണ്ടി. അത് കണ്ട ഇറങ്ങിയേക്കുന്നേ. സ്തോത്രമല്ല, അല്ലാതെ ഭൂമി കൂട്ടിവെക്കാനല്ല ഇറങ്ങിയിരിക്കുന്നത്. സ്വർഗത്തിന്റെ നിശ്ചയം കൂട്ടിവെക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്. അതേ സ്വർഗവുമായി ബന്ധപ്പെട്ടുവാൻ ഇറങ്ങിയിരിക്കുന്നത്. ആ കാഴ്ചപ്പാടുള്ളതുകൊണ്ട് അത് പറയുന്നത്. ആ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാ എല്ലാ പാസ്റ്റർമാരും പറയും, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ കുടുംബം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറയും. എനിക്ക് എന്റെ കുടുംബമല്ല വിഷയം, എനിക്ക് ഏറ്റവും വലിയ വിഷയം എന്റെ കർത്താവാ. അത് കഴിയുമ്പോൾ എന്റെ സഭയ്ക്ക്, പിന്നെ എന്റെ കുടുംബത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കാറുള്ളൂ. സ്തോത്രം. ദൈവജനത്തിന്, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന മിനിസ്ട്രിക്ക് പ്രാധാന്യം. സ്തോത്രം. അപ്പൊ ദൈവം വിളിച്ചിരിക്കുന്നത് പറയുക, ഒരു പട്ടണത്തിൽ നിന്നെ വിട്ടാ അടുത്ത പട്ടണത്തിൽ പോവുക. സ്തോത്രം. നീ അവരെ സ്വീകരിക്കണ്ട, നിന്നെ സ്വീകരിക്കാത്തോടെ എനിക്കും വേണ്ട. അടുത്തത് ഇന്നത്തെ ശുശ്രൂഷന്മാരെല്ലാം മിക്കതും കർത്താവിനെ പഠിപ്പിക്കുന്നവർ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനം പറയുക, ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, ശിഷ്യൻ എപ്പോഴും ഗുരുവിന് താഴെ. ഞാൻ എപ്പോഴും യേശുവിന് താഴെ, അല്ലാതെ ഞാൻ യേശുവിന് ഒപ്പമല്ല, യേശുവിന് മേലുമല്ല. ഞാൻ എപ്പോഴും ആർക്ക് താഴെയാണ്? യേശുവിന് താഴെ. അടുത്തത് പറയുക, എന്ത് പറയുക? ഗുരുവിനെ പോലെ ആവുന്നത് ആർക്ക് മതി? സ്തോത്രം. ശിഷ്യന് മതി. ഗുരുവിന് മേലാവാൻ നോക്കിയത് ആദാമോ പോയി, അതുകൊണ്ടാണ് പുറത്തു പോയത്. ദൈവത്തെ പോലെ ആവാനും ദൈവത്തിന് അപ്പുറത്തെ ആവാനോ പോയത്. പക്ഷെ പുതിയ നിയമത്തിനകത്ത് യേശു പറയുക, ഗുരുവിനെ പോലായ മതി ശിഷ്യൻ.
അവരൻ ദൈവമാവാൻ നോക്കി. അപ്പൊ പറയാ യേശുവിന്റെ അഡ്വാൻസ് ആയിട്ട് പറയുക, ദൈവത്തെ സ്വീകരിക്കുന്ന ദൈവജനം എന്നെ പോലാകും. ആ രീതി പറയുക, അത്രയ്ക്ക് സ്നേഹിക്കുക. സ്തോത്രം. എപ്പോഴും ഒരേ താഴോട്ടല്ലേ ആക്കുന്നേ. ഇത് അതല്ല പറയുക, ഗുരുവിനെ പോലെ ആയാൽ മതി. പക്ഷെ മീതയാവാൻ നോക്കണ്ട. ഇന്ന് പൂർണ്ണമായി ചിലർ മീതയാവാൻ നോക്കുക, ചിലർ പഠിപ്പിക്കാൻ നിൽക്കുക. അത് വേണ്ട. കീഴ്പ്പെട്ടാണ്. അതുകൊണ്ട് എപ്പോഴും താഴ്ന്നവനെ ആരും ഉയർത്തുന്നു, കർത്താവ് ഉയർത്തും. സ്തോത്രം. ഞാനൊരു കാര്യം പറയാം, നമ്മൾ എത്ര പൊടിയിൽ കിടന്നാലും നമുക്ക് ഒരു പേരും ഇല്ലത്. കർത്താവ് ഒരു നിമിഷം മതി നമുക്ക് പേരുകൾ ഉണ്ടാക്കാൻ. ഈ പേരുകൾ ഉണ്ടാക്കാൻ വേണ്ടി നടന്ന് ഞാൻ താഴെ പോകുന്നു. പേരിന് വേണ്ടി നടക്കല്ലേ, ദൈവത്തിന് പേര് നമുക്ക് നിമിഷം മതി. സ്തോത്രം. അടുത്ത വാക്യം വായിക്കാം. യേശു അപ്പത്തിനെ അംഗീകരിച്ചില്ല. ഇത്രയെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചിട്ട് കർത്താവിനെ ഭൂതത്തിന്റെ തലവെന്ന് വിളിച്ചു. പിന്നെ നിന്നെ വിളിക്കാതിരിക്കും. സ്വപ്നം. ദൈവജനം എന്ന് പറയുന്ന ദൈവമക്കൾ തന്നെ പലരും വിളിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ കുടുംബത്തിനകത്ത് എല്ലാം ദൈവമക്കളെന്നാ സ്വയം പറയുന്നു. പലരും വിളിച്ചു. അപ്പൊ അത് കണ്ട് നീ പറയപ്പെടണോ? നമ്മളെ നാട്ടുകാര്, അയ്യോ ഇവര് ദൈവത്തെ ആരാധിക്കാൻ പോകുന്നില്ല, അയ്യോ ഇപ്പം മരിക്കും, ഇപ്പം പലരും ചെയ്യും എല്ലാം പറഞ്ഞ് നമ്മളെ പരിഹസിക്കും. അത് യേശുവിനെ ഇതിനും അപ്പുറത്തെ പരിഹസിച്ചു. കർത്താവ് പറയുക, എന്നെ ഇതിന് അപ്പുറത്തെ പരിഹസിച്ച് പിന്നെ നീ ഈ കേട്ടതെല്ലാം കുറിച്ച് നീ എന്തിനാ ഈ പാരപ്പെടുന്നത്? നീ ഇത് കേട്ടോണ്ട് മൂടനാട്ട് മോനെ വെറുപ്പിച്ചിരിക്കുന്ന എന്തിനാ? നീ പ്രിയാവ്. നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഞാനാ, നിന്നെ വിളിച്ചിരിക്കുന്നത് ഞാനാ. നിശ്ചയമായി നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇതെല്ലാം മാറ്റിത്തിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവരെല്ലാം അപമാനിക്കുന്ന രീതിയിൽ മാറ്റിത്തിരിക്കുന്ന ഒരു ദൈവം. അത് വിശ്വസിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റും? അത്ഭുതങ്ങൾ കാണും. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ചില ശോധനകൾ പ്രതികൂലങ്ങൾ വന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചില കാര്യങ്ങൾക്ക് ചില മറുപടി ഇല്ലാതെ ബ്രേക്കായി നിന്ന സ്കൂളിൽ. പക്ഷേ സ്തോത്രം, ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ചെയ്ത് അമ്മകാല എനിക്കൊന്ന് വെള്ളിയാഴ്ചയോട് ദൈവം അതിനകത്ത് വിടുതൽ നൽകി. ഇതെല്ലാം ദൈവത്തിന് ചെയ്യാൻ ഒരു നിമിഷമേ ഉള്ളൂ. കർത്താവിന് എന്ത് ചെയ്യാൻ, ഏത് നിമിഷത്തിൽ എന്ത് ചെയ്യാൻ ആർക്ക് ഒരു നിമിഷം മതി? കർത്താവിന് നിമിഷം. നീ കർത്താവിനെ ഏറ്റെടുത്ത് പുറത്തു വരുന്നെങ്കിൽ ദൈവത്തിന്റെ വാക്തത്വം കൂടും നന്മയും അനുഗ്രഹവും ആർക്ക് പ്രാപിക്കാൻ പറ്റും? നമുക്ക് പ്രാപിക്കാൻ പറ്റും. കർത്താവ് പറയുക, ദാസൻ എപ്പോഴും യജമാനന്റെ കീഴിലാണ്. യജമാനെ പോരായാൽ മതി, അത് മേളിൽ പോകും. ഞാൻ എപ്പോഴും യേശുവിന് കീഴിലാണ്. യേശു എന്തു പറയുന്നത് ചെയ്യാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. എന്റെ യജമാനൻ കർത്താവാണ്, എന്റെ ഗുരു കർത്താവാണ്, എന്റെ ലീഡർ കർത്താവാണ്. കർത്താവ് എന്തു പറഞ്ഞാലും അത് ചെയ്യാൻ തയ്യാറാവണം. അവനെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. അതാണ് ദൈവത്തെ സൂപ്പിക്കുന്നത്. നമ്മൾ ദൈവത്തെ എങ്ങനെ സൂപ്പിക്കണം? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുമ്പോഴാണ് ദൈവത്തിന് സുഖം വരുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുക ന്യായപ്രമാണ പ്രകാരം പാപത്തിനെതിരായി ജീവിക്കുന്നവരെയാണ് ആർക്ക് വേണ്ടത്? കർത്താവിന് വേണ്ടത്. പാപത്തിന് കൂട്ടു നിൽക്കുന്നവരുടെ കൂടെ കൈ കൊടുക്കുന്നവനെ അല്ല ദൈവത്തിന് വേണ്ടത്. പാപത്തിന് കൂട്ടു നിൽക്കുന്നവരെ സഹായിക്കുന്നതല്ല ദൈവത്തിന് വേണ്ടത്. പാപത്തിന് എതിര് നിൽക്കുന്നവരുടെ കൂടെ അവനെ സഹായിക്കുന്നവരെയുമാണ് ദൈവത്തിന് വേണ്ടത്. പാപത്തിന് എതിര് നിൽക്കുന്നവരെ ദൈവത്തിന് വേണം. അവൻ ദൈവത്തിന്റെ. നമ്മള് ദൈവത്തിന്റെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? പാപത്തിന് എതിരായിരിക്കണം. പാപത്തിന് അനുകൂലമാണ്. അയ്യോ ഞാൻ എന്താ പറയാന്, ഞാനൊന്നും കണ്ടില്ല കേട്ടില്ലെന്ന് വന്നില്ല. കാണാനും കേൾക്കാനും എല്ലാം ചെവിയും കാലിനും എല്ലാം തന്നെ പറയേണ്ടത് പറയണം. പാപത്തിന് എതിരായിരിക്കണം. നമുക്ക് പറയാൻ കിട്ടിയ ചില അവസരത്തിനകത്ത് മൗനമായി പോകരുത്. പറയണം, ഞാൻ ഇതിനകത്ത് യോജിക്കത്തില്ല, ഞാനും ഇതുമായിട്ടൊരു ബന്ധവുമില്ല, എന്നെ നിങ്ങൾ കൂട്ടുപിടിക്കണ്ട. കാര്യം ഞാൻ ദൈവമില്ല. നിങ്ങൾ പോകാത്തൊന്നും എന്റെ വിഷയമല്ല. പക്ഷെ ഞാൻ ദൈവമില്ല, ഞാൻ ദൈവത്തിന് പ്രകാരമേ ജീവിക്കത്തുള്ളൂ. അത് പറയാനുള്ള ഇത് വേണം. ഇത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പലർക്കും തള്ളപ്പെട്ടു പോയെ. പലർക്കും ഞാൻ തള്ളപ്പെട്ടതിന്റെ കാര്യം എന്തുവാ? ഇതെല്ലാം വിളിച്ചു പറയുന്നത്. സ്തോത്രം. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം അവർ തള്ളുന്നതനുസരിച്ച് ആര് ചേർക്കൊണ്ടിരിക്കുക? കർത്താവ് ചേർക്കൊണ്ടിരിക്കുക. ആരൊക്കെ വാതിൽ അടയ്ക്കുന്നു, വാതിലുകൾ തുറന്നുകൊണ്ടിരിക്കുക? ആര്? കർത്താവ്. സ്തോത്രം. കർത്താവ് തുറക്കുന്ന വാതിൽ ഒരിക്കലും തീരത്തില്ല, അടയത്തില്ല. പക്ഷെ മനുഷ്യൻ അല്പമായി തരുന്ന വാതിൽ എപ്പോഴും അടയും. അത് ആർക്കും പിന്നെ തുറക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം തുറക്കുന്നത് ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേൽക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് പൂർണ്ണമായി പകർന്ന് കർത്താവേ, അങ്ങയുടെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ലജ്ജിക്കപ്പെടത്തില്ല. അങ്ങയുടെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പരിഹസപ്പെടത്തില്ല. അങ്ങയുടെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അപമാനപ്പെടത്തില്ല.
എന്ന് പൂർണ്ണ ഹൃദയത്തോട് ദൈവസ്ഥലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിനെ അങ്ങേ സൂപ്പിക്കാൻ ഇറങ്ങിയവരാ, അല്ലാതെ ലോക മനുഷ്യരെ, ലോക ബന്ധുക്കളെ, നാട്ടുകാരെ സൂപ്പിക്കാനല്ല. ഈ ലോകത്തെ സൂപ്പിക്കുന്ന പരിപാടിക്കല്ല ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ഇറങ്ങിയേക്കുക, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ഇറങ്ങിയേക്കുക. എനിക്ക് ലോകത്തിന്റെ കയ്യടിയല്ല വേണ്ടത്, എനിക്ക് അങ്ങയുടെ കയ്യടിയ വേണ്ടത്. അങ്ങനെ നോക്കി പറയണം, ഇവൻ എന്റെ മകനാ, ഇവൻ എന്റെ മകളാ, എനിക്ക് പ്രാധാന്യപ്പെട്ടവരാ, ഇവരുടെ കുടുംബം എനിക്ക് പ്രാധാന്യപ്പെട്ടതാ, എന്റെ രക്തത്താലിനെ മുദ്രയിട്ട ഭവനമാ, അതിനകത്തൊരു ശത്രുവിന് കയറുവാൻ കഴിയത്തില്ല, അവന്റെ പ്ലാനിന് പദ്ധതിക്ക് കയറാൻ പറ്റത്തില്ല. അവന്റെ കട്ടളപ്പുറത്ത് എന്റെ രക്തം തേച്ചിട്ടുണ്ട്. അത് യേശുവിന്റെ നാമത്താൽ മുദ്രയിട്ട ഭവനമെന്ന് എന്റെ ഭവനത്തെ കുറിച്ച് കർത്താവ് പറയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നത്. ഇന്ന് പകൽ പ്രിയ ദൈവമേ, നീ അപ്രകാരം മാറുവാൻ ആഗ്രഹിക്കണമെങ്കിൽ നിന്റെ ഭവനത്തെ യേശു മുദ്രയിട്ടിരിക്കുക. ഇന്ന് പകലൊന്ന് തിരിച്ചറിയ, ആ വാശിയോടൊന്ന് പകലൊന്ന് പ്രാർത്ഥിക്കുക, എന്റെ ഭവനത്തെ എന്നെ യേശു മുദ്രയിട്ടേക്കുക. ഒരു ശത്രുവിന്, ഒരുവന്റെ പ്ലാനിന്, പദ്ധതികൾക്ക്, ഒരു മുൻവിധികൾക്കും എന്നെ തൊടുവാൻ കഴിയത്തില്ല. അവന്റെ പ്ലാനോ പദ്ധതിയോ എന്റെ മേൽ ജയിക്കാൻ അനുവദിക്കത്തില്ല. ലോകത്തിന്റെ പ്ലാനോ പദ്ധതിയോ, ജനത്തിന്റെ പ്ലാനിലോ പദ്ധതിയോ എന്നെ തൊടുവാൻ കഴിയത്തില്ല. ഞാൻ യേശുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടവരാ, ഞാൻ യേശുവിനാൽ അനുഗ്രഹപ്പെട്ടവരാ. എന്റെ ഭവനം അനുഗ്രഹപ്പെട്ടതാ, എന്റെ തലമുറ അനുഗ്രഹപ്പെട്ടതാ. എന്റെ അനുഗ്രഹത്തെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. കാര്യം യേശു തരുന്ന അനുഗ്രഹമാണ്. പൂർണ്ണ ഹൃദയത്തോട് ഇത് പകർന്ന് ഏൽപ്പിച്ചുകൊണ്ട് ആ അനുഗ്രഹത്തിന്റെ പൈതലല്ല, ആ അനുഗ്രഹത്തിന്റെ പൈതലല്ല. എന്റെ കുടുംബത്തിനകത്ത് ഒരു ശത്രുവിന് ദൃഷ്ടി വെക്കുവാൻ കഴിയത്തില്ല, അവന്റെ പ്ലാനിനോ പദ്ധതിക്കോ ജയിക്കുവാൻ കഴിയത്തില്ല. ഞാൻ ദൈവത്തിന്റെ സാക്ഷിയാ, ഞാൻ ദൈവത്തിന്റെ റെപ്രസെന്റീവാ, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടവനാ, ഞാൻ ദൈവത്താൽ അനുഗ്രഹപ്പെട്ടവനാ, ഞാൻ ദൈവത്താൽ അനുഗ്രഹപ്പെട്ടതാ. എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ കൂടെയുണ്ട്, എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ കൂടെ കൊണ്ട് ഒരു ശക്തിക്കും തൊടുവാൻ കഴിയത്തില്ല. പൂർണ്ണ ഹൃദയത്തോട് ദൈവസ്ഥനെ നമുക്ക് പ്രാർത്ഥിക്കാം.